പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ നേരെ നടത്തം ആരംഭിക്കും. അങ്ങനെ കുറച്ച് വേഗത്തിലായിട്ട് ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ പിന്നെ ആ സഫ കഴിയുന്നതോടുകൂടെ സഫയുടെ അടുത്തായിട്ട് നമ്മൾ എന്ത് കാണുന്നെങ്കിൽ പച്ചയിൽ മാർക്ക് ചെയ്ത 2 അടയാളങ്ങൾ കാണും. പച്ചയിൽ മാർക്ക് ശരിക്കും കാണും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തെ തൂണ് പൂർണ്ണമായും തൂണ് 2 ഭാഗവും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു വരാന്ത, അപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരുന്ന വേറെ വരാന്ത. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ അങ്ങ് നടക്കുമ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യണം, അല്പം വേഗതയിൽ ഓടണം. അവിടുത്തെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നമുക്ക് കുറച്ച് വേഗത ഓടാൻ പറ്റും. അത് ഓരോ ചുറ്റിലും നമ്മൾ അവിടെ എത്തുമ്പോൾ നിർവഹിക്കേണ്ട കാര്യം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ മറുവയിലെത്തും. മറുവയിലെത്തിക്കഴിഞ്ഞാലും ഈ ആയത്തല്ലാത്ത ബാക്കിയൊക്കെ അവിടെ ചെയ്യാം. ആയത്ത് വേണ്ട, ഇന്ന സഫാവൽ മറുപത്തമിൻ ഷായില്ല എന്നുള്ള ആയത്ത് വേണ്ട. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഹജ്ജ് ക്ലാസ് കുറെ കേട്ട ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഹജ്ജ് ക്ലാസ് ആദ്യമായി കേൾക്കുന്നവർക്ക് ഒരു ശ്രദ്ധ കിട്ടുള്ളൂ. വേറെ ചിലക്കൊക്കെ ഉറക്കം വരുന്നതെന്ന് വെച്ചാൽ ഹജ്ജ് ക്ലാസ് ഇങ്ങനെ കേട്ട് ഞാൻ അങ്ങനെ കേൾക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മടുക്കണമാതിരി കേൾക്കണ്ട. ആദ്യ സമയത്തിന് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ശരിയാവും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മറുവയിൽ പോയാൽ ഇദ്ദേഹം വരുമ്പോൾ പ്രാർത്ഥിക്കാം, അവിടെ നേരെ തിരിച്ചു വരാം. പിന്നെ ഈ പോണ വഴിക്കൊക്കെ സംസം ഉണ്ടാവുമോ, വെള്ളം കുടിക്കാനൊക്കെ നിൽക്കാം, അവിടെ നിൽക്കാം. ഒരല്പസമയം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിശ്രമിച്ചൊക്കെ നമ്മുടെ സൗകര്യം പോലെ പോകാം. പിന്നെ നമ്മൾ രണ്ടുകൂടി നടക്കണിന്റെ ഇടക്കുണ്ടാവും ഒരു വഴി. ആ വഴിയിലൂടെ എന്ത് ചെയ്യും, ആളുകൾ നടക്കാൻ കഴിയാത്ത ആൾക്കാരെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെ കൊണ്ടായാലും പൂർണ്ണമായ ഔട്ടോ അവിടെ ഇരിക്കേണ്ടി വന്നു. എനിക്ക് ഇങ്ങനെയല്ലേ പോകാൻ പറ്റുമെന്ന് ബേജാറാണ്ട് ആവശ്യമില്ല. അങ്ങനെ പോയാലോ. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ കയറാതൊക്കെ നല്ല കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് വേഗത്തിൽ വരുന്ന ആളുകളും ബുദ്ധിമുട്ടണം. അങ്ങനെ പോവുക. നേരെ പോയിട്ട് ഇത് പൂർത്തിയായി അവസാനം മറുവയിൽ 7 എണ്ണം നമ്മൾ എത്തുന്നതോടുകൂടെ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ത്രീയും പുരുഷന്മാരൊക്കെ ഒന്നിച്ചേക്കാരൻ നടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധ പാലിച്ചുകൊണ്ടും കണ്ണ് താഴ്ത്തിക്കൊണ്ടും സൂക്ഷ്മത പാലിച്ചുകൊണ്ടുമാണ് എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത് എന്നാണ് പറയണത്. അപ്പൊ അതാണ് ഇത്. ഈ സഈ പൂർത്തിയാവുന്നു, വേറൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. കഴിഞ്ഞ് 7 എണ്ണം പൂർത്തിയായി. നമ്മൾ മറുവന്റെ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ എന്തുണ്ടാവും, നമുക്ക് തഹല്ലുലാകാൻ കഴിഞ്ഞു കേട്ടോ. പൂർണ്ണമായും നമ്മൾ ഇവിടെ തീർന്ന് തഹല്ലുലാകാനുള്ള സംവിധാനം ഉണ്ടാവും. എന്താ തഹല്ലുലാകാന്ന് വെച്ചാൽ പുരുഷന്മാരെന്ത് ചെയ്യണം, മുടിയാണ്. പുരുഷന്മാരൊക്കെ എങ്ങനെ ചെന്നാലും തരും, മുടിയൊക്കെ കളയാൻ ആൾക്കാർക്ക് വലിയ വിഷമിക്കാണ്. അതാണ് മുടി ഒന്നായിട്ടും വടിച്ച് കളന്നെയാണ് വേണ്ടത് കേട്ടോ. അള്ളാഹുവിന്റെ റസൂലെ 4 പ്രാവശ്യത്തോളം വടിച്ച അലിക്കീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുഖസ്സിരീങ്ങൾക്ക് വേണ്ടി മുടി വെട്ടിയവർക്ക് ഒരു പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു യാത്രയിൽ നമ്മൾ ചൊറുക്കും ഭംഗി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ കണ്ട റസൂലുള്ളാഹിന്റെ ഹജ്ജിനെ പറ്റി വായിക്കുമ്പോൾ കാണും, റസൂലുള്ള പശ ഇങ്ങനെ തലയിൽ തേച്ചിട്ട് മുടി പിന്നെ ശ്രദ്ധിക്കേണ്ട, മുടി പശ ഇങ്ങനെ തേച്ച് ഒട്ടിച്ച് വെച്ചുക. ഇനി എനിക്ക് മുടിമക്ക് നോക്കണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞു. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടി ശരിക്കും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശരിക്കും പൂർണ്ണ സ്വതന്ത്രരായിട്ട് നമ്മൾ അള്ളാഹ്ക്കും വേണ്ടി അലഞ്ഞു തിരിയാൻ നമുക്ക് വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത്ര തീരാണ്. നമ്മളെ മുസ്ദലിഫയിലേക്കാണ് കടന്നുറങ്ങല്ലേ അല്ലേ, പക്ഷെ അത്രയും സ്വതന്ത്രരാണ് നമ്മൾ. പിന്നെ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥകൾ കൈവരിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ചെന്നാൽ എന്ത് ചെയ്യും, നിങ്ങളൊന്നും വെട്ടിക്കളി കാക്കാന്ന് പറഞ്ഞ അല്ല ഒന്നും വടിച്ചളി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ആണ്ട് കളയെന്ന് എന്താ പൈല ആളുകൾ. പിന്നെ ഇനി പിന്നെ രണ്ടാമത് എന്ത് ചെയ്യാറ്, നമുക്ക് അഥവാ ഹജ്ജിന്റെ അന്ന് പിന്നെ എന്താ ചെയ്യുക, അപ്പൊ മുടി വരും. നിങ്ങൾ മുടി വന്നാലും വന്നില്ല അപ്പൊ നമുക്ക് തന്നെ പഠിക്കാൻ അത്രേ പൈലുള്ളത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യം. പിന്നെ വെട്ടിന ആളുകൾ എന്താ നിങ്ങള് വെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കാര്യങ്ങൾ വെട്ടിനും പറ്റും. എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലവും വെട്ടണം. ഇവിടെ കുറച്ചിങ്ങനെ മുടി ഇടുന്ന എന്ത് ചെയ്യണം അറിയോ, പൂർണ്ണമായും എല്ലാ ഭാഗവും എന്ത് ചെയ്യണം, വെട്ടണം എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് വെട്ടിനോട് കൂടെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് അന്മിലത്ത് ഒരു പേരല്ല, അത് വേറെ ആരും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോണ റൂമിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും എല്ലാവരുടെ കയ്യിലും കത്രിയും ചിലകൾക്കറി കത്രിയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഉണ്ടാവും ഹാൻഡ് ബാഗിൽ. ഫ്ലൈറ്റ് പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ കത്രിയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും, അതവിടെ ഒരു വാങ്ങി വെക്കും. നമ്മുടെ ലഗേജിലുണ്ടാണ് കുഴപ്പമില്ല, അതിൽ കണ്ടാണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെയൊന്നും എല്ലാവരുടെ കയ്യിലൊന്നും പാടില്ല, അതൊക്കെ ഉണ്ടാവും സംഗതി. ഏതായിരുന്നാലും അവിടുന്ന് എന്ത് ചെയ്യുക, ഒരു വിരൽ നീളത്തിൽ എന്ത് ചെയ്യുക, മുടി കുറച്ച് മുറിച്ചെടുക്കുന്നതോടുകൂടെ അവർ തഹല്ലുലാവും. തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ ഇനി ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാവിലെ നമ്മൾ ഇനി എന്ത് ചെയ്യണ്ടുള്ളൂ, ബാക്കിയുള്ള സമയം മുഴുവനും എന്ത് ചെയ്യാം, ആരാധനകളിൽ നിരതമായി നമുക്ക് എപ്പോഴും അധിക സ്ഥലങ്ങളിലൊക്കെ ഹറമ് പോകാൻ സാധിക്കുന്ന സ്ഥലത്തേക്കാരുണ്ടാവുക. പോകാൻ സാധിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ രാവിലെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ പോയാൽ ബഹുർ വരെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 10 മണിക്ക് നാസ്ത കഴിച്ച് കഴിഞ്ഞ് പോയാൽ പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കൊച്ച് കഴിച്ചിട്ട് വേണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയിലെക്കാൻ പറ്റും. നേരത്തെ നമ്മളെ ഉസ്മാൻ മദനി പറഞ്ഞ മാതിരി
അവിടെ പോയിട്ട് ചോറും കൂട്ടാൻ ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട് നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഒഴിവാക്കി തന്നെ വേണ്ട. ഞാൻ പറഞ്ഞ പൊതുവേ എന്താ വെച്ചാല് ഗ്രൂപ്പുകളിലൊക്കെ ആകുമ്പോൾ ഭക്ഷണം അങ്ങനെ ഉണ്ടാവും, അല്ലാത്ത ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ അവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി നമുക്ക് ഭക്ഷണം കിട്ടും. പിന്നെ ഇതേമാതിരി നമ്മൾ എവിടെയെങ്കിലും കൊടുത്ത് ഏൽപ്പിച്ചാൽ നമുക്ക് ഭക്ഷണം തരും. ഞാൻ പറഞ്ഞ അങ്ങനത്തിനൊക്കെ പ്രാധാന്യം കുറച്ചിട്ട് ചില ഭാര്യയും ഭർത്താവൊക്കെ പോയാൽ മൂപ്പർക്ക് അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ പറ്റുന്ന ആൾക്കാർ അവിടുന്ന് അങ്ങനെ പറ്റണം കേട്ടോ. ഇവർക്ക് അങ്ങനെ ചുഴലത്തിലേക്ക് കുളിക്കാൻ പറ്റുള്ളൂ, ആ രാവിലെ കഞ്ഞിനെ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ തരാം. അപ്പം തന്നെ ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി ശരിയാക്കിയില്ലെങ്കിൽ തരും. ഈ പോണ ആൾക്ക് കയ്യൂല, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ സമയങ്ങളാണ്. അപ്പൊ ഏതായാലും അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഹജ്ജിലേക്ക് വരും. കഴിയണത്രയാണ് കയറി നിന്നാൽ പിന്നിൽ വരുന്ന ആളുകൾക്ക് വന്നിരിക്കാൻ സൗകര്യവും. വന്നില്ല എല്ലാരും? ഇവിടെ ഹജ്ജിന്റെ ഒരു പുസ്തകം ഉണ്ട്, അബ്ദുൽ ഹക്ക് സുല്ലമിന്റെ ഒരു പുസ്തകം ഉണ്ട് അവിടെ. അതേമാതിരി ഹുസൈൻ സലഫിന്റെ CD ഉണ്ട്, വീഡിയോ CD. താല്പര്യ ആളുകൾക്ക് വാങ്ങാൻ സൗകര്യത്തിന് വേണ്ടി അവിടെ പുറത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങാം. അപ്പോൾ ഈ ഹജ്ജിനെ പറ്റിയാണ്, ഉംറയെ പറ്റി പറഞ്ഞു. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടാവും. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. പല ആളുകളും നോമ്പുകളുള്ള ആളുകളുണ്ട്, അപ്പോൾ നേരത്തെ കഴിയായിരിക്കും സൗകര്യം ഉണ്ടാവും. പിന്നെ അപ്പൊ ഹജ്ജ്, അപ്പൊ നമ്മളിപ്പോ തമത്തു ആയിട്ട് എന്ന് പറഞ്ഞാൽ ഉംറ കഴിഞ്ഞ് പിന്നെ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുകയും ബലി കൊടുക്കുകയും ചെയ്യുന്ന മുത്തമത്തി ആയിട്ടുള്ള തമത്തു ആയിട്ടുള്ള ഹജ്ജിന്റെ രൂപമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുന്ന് പോണ ആളുകൾക്ക് മിക്കവാറും അങ്ങനെ ആയിരിക്കും. അങ്ങനത്തെ ആളുകൾ ഹജ്ജിലേക്ക് നീങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇഹ്റാമിന് ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെയാണ് ഹജ്ജിന്റെ സമയം. ഹജ്ജിന്റെ ചില കർമ്മങ്ങളൊക്കെ ദുൽഹജ്ജ് 13 കഴിഞ്ഞും നമ്മൾ എന്ത് ഉണ്ടാവും, സൗകര്യപ്രകാരം അങ്ങോട്ടും നിർവഹിക്കുന്നുണ്ടെങ്കിലും ഹജ്ജിന് നിശ്ചയിക്കപ്പെട്ട സമയം ഈ ദിവസങ്ങളാണ്. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമാണ് ഹജ്ജിനുള്ളത്. ഇപ്പോ നേരത്തെ നമ്മൾ ഇഹ്റാം ചെയ്തതുപോലെ നമ്മൾ ഇനിയും ഇഹ്റാം ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമാണ്. ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ചെയ്യാം. ഇഹ്റാമിന് മുമ്പ് നമ്മൾ ചെയ്തല്ലോ, കുളിക്കുക, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നഖവും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക, രോമങ്ങൾ നീക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഞാൻ ആവർത്തിക്കുന്നില്ല, നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ ലബ്ബൈക ഉംറത്തൻ മുത്തമത്തിഅൻ ഇലൽ ഹജ്ജ് എന്നാണ്, അല്ലെങ്കിൽ ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞു. ഇവിടെ ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹജ്ജിന്റെ എവിടുന്നാണ് പ്രവേശിക്കേണ്ടത്? നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് ആ താമസ സ്ഥലത്തിൽ നിന്നും ദുൽഹജ്ജ് 8 എന്താണ്, പ്രഭാതത്തിൽ രാവിലെയാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന റൂമിൽ തന്നെ കുളിച്ച് വൃത്തിയായി എന്ത് ചെയ്യുക, നമ്മൾ വന്നിട്ട് ഈ വസ്ത്രം ധരിച്ചതിന് ശേഷം പിന്നെ മീക്കാത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഈ ദിവസത്തിന് ദുൽഹജ്ജ് 8 അന്നിന് യൗമു തെർവിയ എന്നൊരു പേരും കൂടെ അതിനുണ്ട്. ഇവിടെ ദുൽഹജ്ജ് 8 നമ്മൾ ആദ്യമായി പുറപ്പെടുന്നത് നമ്മൾ മിനയിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പിന്നെ ഒരു ചെറിയ രൂപം, ഒരു മാപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഒരു തലക്കെ അറഫയും ഒരു തലക്കെ മക്ക ഹറമുമാണുള്ളത്, അതല്ലേ? അപ്പൊ നമ്മൾ ശരിക്ക് അറഫയിൽ നിന്നാണ് നടന്നാൽ, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലൂടെ മിനയിലൂടെ നമ്മൾ ഒരേ ലൈനിൽ സഞ്ചരിച്ചാൽ എവിടെത്തും? മക്കയിലെത്തും. ഒരു നേർരേഖ. പക്ഷെ വഴികളൊക്കെ സൗകര്യപ്പെടുത്തേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നടക്കാനുള്ള വഴികളുണ്ട്, വാഹനങ്ങൾ പോണ റോഡുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് മിനയിലേക്ക് പോവുക. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുകയാണെങ്കിലും
സത്യത്തിൽ മിനയിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പോ കഴിഞ്ഞ ഹജ്ജിനൊക്കെ ഞങ്ങളൊക്കെ നടന്നാണ് പോയത്. കുറച്ചാൾക്കാർ നടന്നു പോകണവർക്ക്, പിന്നെ ഇപ്പൊ എവിടെയാണെങ്കിലും നടന്നു പോകേണ്ടവർക്ക് നടന്നു പോവാം. നമ്മൾ സുബൈ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഉടനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും. പക്ഷെ ചിലപ്പോൾ ഈ ഗ്രൂപ്പിന്റെ സൗകര്യത്തിനൊക്കെ എന്ത് ചെയ്യണം, വാഹനങ്ങളിൽ പോകുന്നതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വാഹനങ്ങളിലാണ് പോവുക. വാഹനങ്ങളിൽ പോയി ഹജ്ജ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിന് ഒരു കൂലിന്റെ കുറവില്ല കേട്ടോ. നടന്നു പോയി ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു പ്രതിഫലവും ഒക്കെ നമ്മുടെ സൗകര്യമാണ് അതിന്. പിന്നെ വാഹനത്തിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ പറയുക, വളരെ കുറഞ്ഞ ദൂരമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ നിങ്ങൾ ഒരു 6 മണിക്ക് നടന്നാൽ എത്ര പതുക്കെ നടന്നാലും ഒരു 8 മണിന്റെ മുന്നേ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സ്ഥലത്തേക്ക് ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറിയാൽ നമ്മൾ എത്തണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉച്ച സമയം ആകും മിനയിലേക്ക്. അപ്പൊ അങ്ങനെ ആകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. വാഹനത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വാഹനം ആരുടെയും നിയന്ത്രണത്തിലല്ല. നിങ്ങൾക്കറിയാലോ, ഒരു വാഹനത്തിൽ ഏറി വന്നാൽ 10, 50, 60 ആളുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഒരു 25 ലക്ഷം ആൾക്ക് കയറാൻ എത്ര വാഹനം വേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിൽ കാണൂ. ഇതിനൊക്കെ സഞ്ചരിക്കാൻ റോഡും സൗകര്യങ്ങളും വേണ്ടേ? അപ്പൊ എവിടെയും ബ്ലോക്ക് വരും. ഈ വാഹനങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ട്രാഫിക്കിൽ ചെറിയൊരു അബദ്ധം നമ്മളെ ഡ്രൈവറെടുത്ത് പറ്റിയാൽ പിന്നെന്ത് ചെയ്യും, 5, 6 മണിക്കൂറുകൾ ഇറങ്ങിയിട്ടേ അയാൾക്ക് ഈ റോട്ടിക്ക് വരാൻ പറ്റും. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു 5, 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഇറങ്ങലുണ്ടാവുള്ളൂ എന്ന് എന്ത് ചെയ്യുക, നമ്മളെ മനസ്സ് കാണുക. ഇപ്പോൾ ചിലപ്പോൾ മൂത്രയിക്കാനൊന്നും ഇറങ്ങാനൊക്കെ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അങ്ങനെ ഒന്ന് മനസ്സ് കണ്ടൊന്ന് ചെറുതായിട്ട് പ്ലാൻ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരിക്കലും നമ്മൾ ക്ഷമകേട് കാണിക്കരുത്. കാരണം ഹജ്ജിന്റെ ആരംഭത്തിന്റെ മിനയിലേക്കുള്ള ഒരു യാത്ര തന്നെ മനസ്സൊക്കെ ആകെ ചടച്ച് ബുദ്ധിമുട്ട്. ചിലപ്പോൾ എന്താ പറയുക, നടന്നു പോകുന്നവൻ എത്തുന്നതിന് എത്രയോ മുമ്പ് വാഹനത്തിലുള്ളവർ എത്തുകയും ചെയ്യും. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്താ വിചാരിച്ചാൽ ഒരു പ്രശ്നമല്ല, ആദ്യങ്ങളൊന്ന് പോയി കണ്ടോളുള്ളൂ. 1 മാസം കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും മിനയിലേക്ക് പോണ വഴിയെന്ന്. വെറുതെ ഒരു ദിവസം സുബൈക്ക് നിങ്ങളെ സുഹൃത്തുക്കളെ കൂടി നടന്നാൽ മതി. നടന്നാൽ എന്ത് കണ്ടുവരാം, മിന കണ്ട് മുസ്ദലിഫ കണ്ട് വരാൻ പറ്റും. ഒരു പ്രശ്നമല്ല. അങ്ങനെ നടന്നു പോയി കണ്ട് കുറച്ചൊരു താക്കത്തുള്ള ആളുകൾക്ക് നടന്നു പോയി കണ്ട് പോന്നാൽ പിന്നെ പോകാൻ പോയതല്ല. പിന്നെ അങ്ങനെ നടന്നാൽ നടന്നു പോണ വഴി ഉണ്ടാവും. അതിൽക്കൂടെ അങ്ങനെ നടന്നാൽ ഒരു സൈഡിന് അങ്ങനെ നടന്ന വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. സുഖമായി നടക്കാൻ പോണക്ക് വെള്ളം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. തെൽബിയത്തും ചൊല്ലി വളരെ സുഖമായി നടന്ന് അവിടെ എത്തും. ഞാൻ നടക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയല്ല. ഞാൻ മനസ്സിൽ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഒന്നിച്ച് വാഹനം, ചിലപ്പോൾ വാഹനം ഒന്നിച്ച് കിട്ടും, ചിലപ്പോൾ വാഹനം കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന വാഹനത്തിൽ അങ്ങനെ കയറി പോകും വേണ്ടി. അങ്ങനെ പോയി നമ്മൾ മിനയിൽ പുറപ്പെടണം. മിനയിൽ നമ്മൾ എന്ത് ചെയ്യും, ലൊഹറിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിനയിലെത്താൻ ശ്രദ്ധിക്കാം. മിന എന്ന് പറഞ്ഞാൽ അറിയാലോ, മിന എന്ന് പറഞ്ഞാൽ വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ടെന്റുകൾ ഉണ്ടാവും. ടെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഹാജിക്കും എവിടെയാണ് ടെന്റ്, ഏതാണ് നമ്പർ എന്നൊക്കെ ആദ്യം നിർണയിക്കപ്പെടും. അതനുസരിച്ചുള്ള പ്രത്യേകമായ കാർഡുകൾ നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾക്ക് അവിടെ ചെന്നാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അടയാളങ്ങൾ നോക്കിയിട്ടൊക്കെ നമ്മുടെ ടെന്റ് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. നമ്മളെ ടെന്റിലേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ടെന്റിലും നമുക്ക് താമസിക്കാൻ പറ്റൂല. അതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മളെ കടലാസ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് കയറാനും പറ്റുള്ളൂ. ചിലപ്പോൾ ബന്ധുക്കൾ തന്നെ വന്നാലും ബന്ധുക്കൾക്ക് കാണാൻ പറ്റും, ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇഷ്ടം പോലെ കാണാൻ സമയം കിട്ടും മിനയിൽ. പക്ഷെ ബന്ധുക്കളെ അതിൽ താമസിപ്പിക്കാനോ കൂടെ നിർത്താനോ ഒന്നും പറ്റിക്കൊള്ളണം എന്നില്ല. ഏതായിരുന്നാലും നമ്മളിങ്ങനെ മിനയിലെത്തി കഴിഞ്ഞാൽ മിനയിൽ നിന്ന് നമ്മൾ ഹജ്ജിന്റെ കർമ്മം ഇഹ്റാമോട് കൂടെ നമ്മൾ ആരംഭിച്ചു. പിന്നെ നമ്മൾ എന്താണ് അവിടെ അന്ന് നമ്മൾ മിനയിൽ താമസിക്കുകയാണ് ചെയ്യുക കേട്ടോ. അന്നത്തെ ദിവസം മിനയിൽ താമസിക്കും. അന്ന് വേറെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ചെന്നാൽ നമുക്ക് ലൊഹറും അതേപോലെ തന്നെ അസറും ഒക്കെ നമസ്കരിക്കാനുണ്ടാവും. ഇതൊക്കെ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ നമസ്കാരങ്ങളൊക്കെ വക്തിന് തന്നെ നിസ്കരിക്കണം. നമസ്കാരങ്ങൾ എന്ത് ചെയ്യണം, സമയത്ത് നിസ്കരിക്കണം. പക്ഷെ നമുക്ക് കസുറാക്കി നമസ്കരിക്കാം, ചുരുക്കി നമസ്കരിക്കാം. 4 റക്അത്തുള്ളത് എന്ത് ചെയ്യാം, 2 റക്അത്ത് നമസ്കരിക്കാം. പക്ഷെ വക്തിന് എന്ത് ചെയ്യണം, ലൊഹറിന്റെ സമയത്ത്, അസറിന്റെ സമയത്ത്, മഗ്‌രിബിന്റെ സമയത്ത്, ഇശായിന്റെ സമയത്ത്, സുബൈന്റെ സമയത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ മിനയിലെ ആ രാത്രി താമസം അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ തെൽബിയത്തുണ്ടല്ലോ, തെൽബിയത്ത് ചെല്ലാം, ദിക്റുകൾ ചെല്ലാം, ദുആർക്കാം. പിന്നെ നമ്മളെ ടെന്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് സൗകര്യപ്പെടുകയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കഴിഞ്ഞു പറ്റും. സുബ്ഹി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്നും നമ്മൾ അറഫയിലേക്ക് പുറപ്പെടും. അറഫയിലേക്ക് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനാണ് ഏത്, അറഫ എന്ന് പറയുന്നത്.
അറഫയിലേക്ക് നമ്മൾ പുറപ്പെട്ടാൽ അന്നിപ്പോ എത്രയായി? ദുൽഹജ്ജ് 8-നാണ് നമ്മൾ ഇഹ്റാം ചെയ്ത് മിനയിൽ എത്തിയത്. രാത്രി അവിടെ വക്തിനൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ തെൽബിയത്തൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നിസ്കരിച്ച് നമ്മൾ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യാണ്? അറഫയിലേക്ക് പോവാണ്. അപ്പൊ അറഫയിലേക്ക് ഈ രാത്രി ഇവിടെ താമസിക്കണം കേട്ടോ, താമസിക്കുന്നതാണ്. ചില ആളുകളൊക്കെ ചിലപ്പോൾ എന്താ വെച്ചാൽ നേരെ അറഫയിലേക്ക് വരും. തെറ്റല്ല, പക്ഷെ ഇതും പ്രവാചകന്റെ ചര്യയിൽപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യം. ചില ആളുകൾ വാജിബാത്തിൽ പോലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ താമസിക്കണം. ചില ആൾക്കാർ നേരെ വരും. ഇപ്പൊ അഥവാ നമുക്ക് റോഡ് ബ്ലോക്ക് കൊണ്ടൊക്കെ അവിടെ എത്തിപ്പെടാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾ പോകേണ്ടത് എവിടെ തന്നെയാണ്? അറഫയിലേക്ക് തന്നെയാണ്. പക്ഷെ അറഫ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അറഫയിലേക്ക് പോകും. അറഫയിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്താം. ചിലപ്പോൾ നമ്മൾ പുറപ്പെട്ട് സുബഹിക്ക് ശേഷം തന്നെ അറഫയിൽ നമ്മൾ എത്തും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലുഹ്റോട് കൂടെ എത്തും. ലുഹ്റോട് കൂടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അറഫയിൽ ചെന്നാൽ നമുക്ക് അവിടെ നെമിറയുടെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമസ്കരിക്കാം. എല്ലാവർക്കും സാധിച്ചോളുന്നില്ല. അവിടെ ഒരു ഖുതുബയുണ്ടാവും. ആ ഖുതുബ നമ്മൾ ശ്രവിക്കണം, കേൾക്കാൻ പറ്റും. കാരണം റേഡിയോയിൽ ഉണ്ടാവും ആ ഖുതുബ. മിക്കവാറും നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാരത്തൊക്കെ എവിടെയെങ്കിലും ഒരു റേഡിയോ ഉണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെയാണ് സാധാരണ ചെയ്യല്. റേഡിയോ കേട്ട് അതിന്റെ മലയാളത്തിലുള്ള പരിഭാഷ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അപ്പൊ എത്താൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും കേട്ടോ. അങ്ങനെ അതൊന്നും ഉറപ്പറയാൻ പറ്റുന്ന കാര്യമല്ല. സമയത്തിനും സൗകര്യത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ. അപ്പൊ ആ ഖുതുബ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതാണ്. ഖുതുബ കേട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമസ്കാരം നിർവഹിക്കും. ഏത്? ളുഹറും അസറും ജംഉം കസറുമായി നമ്മൾ നിസ്കരിക്കും. അവിടെ മാത്രം കേട്ടോ. നേരത്തെ നമ്മൾ എന്ത് ചെയ്ത്? വെറും കസറ് മാത്രം. അവിടെ നിന്ന് കൂട്ടി നിസ്കരിക്കും. എന്ത് ചെയ്യും? അസർ ആയിട്ടില്ല. അസർ നമ്മൾ ളുഹറിന്റെ കൂടെ എന്ത് ചെയ്യും? നമസ്കരിക്കും. അങ്ങനെ അവിടെ നിന്ന് ളുഹറും അസറും നമ്മൾ എന്താണ് കൂട്ടി നമസ്കരിച്ച ശേഷം നമ്മൾ അറഫ നമുക്ക് അവിടെ അറഫയിലും ചിലപ്പോൾ നമുക്ക് ടെന്റ് കിട്ടും. ടെന്റിൽ നമുക്ക് താമസിക്കണം വരും. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, നിസ്കരിക്കുക, അതിനുള്ള സംവിധാനം മാത്രമേ ആവശ്യം. അതിപ്പോൾ ടെന്റ് കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അവിടെ ടെന്റ് അങ്ങനെ തെരഞ്ഞ് ബുദ്ധിമുട്ടുന്ന ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ അറിയോ? ഒഴിഞ്ഞ അറഫയിലേക്ക് ഇറങ്ങാം. അറഫയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അറഫയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് അറഫ എന്ന് പറഞ്ഞാൽ. അറഫയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം, അറഫന്റെ അതിർത്തിക്കുള്ളിൽ നിൽക്കണം. മനസ്സിലായില്ലേ? നമ്മൾ അറഫന്റെ അതിർത്തിക്കുള്ളിലാണെന്ന് ഉറപ്പ് വരുത്തലാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രശ്നമില്ല, അറഫന്റെ അതിർത്തി വലിയ വലിയ ബോർഡുകളിൽ എന്തിട്ടുണ്ടാവും? എഴുതി വെച്ചിട്ടുണ്ടാവും. അതതിന് വിശാലമായ സ്ഥലമാണ്. അതൊരല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറഫന്റെ ഉള്ളിലാവാൻ പറ്റും. ഗ്രൂപ്പിലോ അമീറൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കും, മുൻ പരിചയമുള്ള ആൾക്കാരുണ്ടാവും. അല്ലാത്ത ആളുകളാവുമ്പോൾ ചെന്ന് പെട്ടാൽ അന്വേഷിച്ച് അറഫന്റെ ഉള്ളിലാന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഏറ്റവും അറഫയിലെ സമയത്ത് നമ്മളിപ്പോ ളുഹറിന് ശേഷം സൂര്യൻ അസ്തമിച്ചിട്ടേ അവിടുന്ന് പോരാൻ പറ്റുള്ളൂ. സൂര്യൻ അസ്തമിക്കുന്നതിലിടക്ക് അല്പസമയം, ഒരു ഇത്തുമീനാൻ ഒരു മണിക്കൂർ എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ നിന്ന് നിൽക്കാൻ നമുക്ക് സമയം കിട്ടിയാൽ അറഫ നമുക്ക് കിട്ടി. കാരണം അറഫ നഷ്ടപ്പെട്ടാൽ അറഫയോടുകൂടെ അല്ലാതെ ഹജ്ജ് പൂർത്തിയാവില്ല. വേറെ ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറുത്ത് കൊടുത്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ അറഫയിൽ തന്നെ നിൽക്കണം. പിന്നെ ആ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്തിനുള്ളിൽ അവിടെ എത്തും. പിന്നെ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അറഫന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം. അറഫ എന്ന് പറഞ്ഞാൽ റസൂലുള്ള നിന്നത് ജബലുർ റഹ്മയിലാണ്. അപ്പൊ ആൾക്കാർ ഈ മലയും തെരഞ്ഞ് നടക്കണ്ടാവും. റസൂൽ അതൊന്നും ആവശ്യമില്ല, വെറുതെ ദ്വാരക്കേണ്ട സമയം മലയും തെരഞ്ഞ് നടത്തുന്ന ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മേലെ നിന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഇവിടെയാണ് നിന്നെങ്കിലും അറഫ കുല്ലുഹ മൗഖിഫ്, അറഫ എല്ലാം അറഫയിലെ സ്ഥലങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിൽക്കാൻ പറ്റും. എവിടെ നിന്നാണ് നിന്നിട്ട് എന്താ വെച്ചാൽ ചില ആൾക്കാര് ജബലുർ റഹ്മയിലേക്ക് തിരിഞ്ഞിട്ടാണ് ദ്വാരക്കുക. അത് കഴിഞ്ഞു കേട്ടോ. തിരിയേണ്ട ദ്വാരക്കുമ്പോൾ എടുക്കാൻ തിരിയേണ്ടത് കിബിലക്ക് നേരെയാണ് തിരിയുന്നത് കേട്ടോ. അപ്പൊ കിബില എന്ന് പറഞ്ഞാൽ അവിടെ സൂചക ഉണ്ടാവും. അങ്ങനെ എഴുതി കിബില എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അത് കിബില നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതിനൊക്കെ നല്ല ആരോമാർക്ക് ഇട്ട് എഴുതിച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ആരാണെങ്കിലും നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. നിങ്ങൾ ആ തൊട്ടടുത്ത് ഒപ്പുള്ളവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാം. ആ ദിവസത്തിന്റെ പ്രത്യേക നബി പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യഅതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ. നരകത്തിൽ നിന്നും അള്ളാഹു ഏറ്റവും അധികം ആളുകളെ മോചിപ്പിക്കുന്നത് അറഫാ ദിവസത്തിലാണെന്നാണ്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോ സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ നൃത്തമായിരിക്കാം ഒരു പക്ഷേ ഏത്? അറഫയിലെ നൃത്തം. ഏറ്റവും അധികം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. മാത്രവുമല്ല മിൻ യൗമി അറഫ, അറഫ ദിവസം ഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക. എന്താണ്? അള്ളാഹു എന്ത് ചെയ്യും? മലക്കുകളോട് മികവ് പറയുന്നതാണ്. എന്റെ അടിമകൾ എത്രയാണ് വന്നിട്ടുള്ളത്, എത്ര ലക്ഷം ആളുകളുണ്ട് എന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്നതാണ്. ഇന്നല്ലാഹ യുബാഹി അഹ്ല സമാഅ ഫയഖൂലു ഉൻദുറു ഇലാ ഇബാദി
ജാഊലി ശഅസൻ ഗുബ്റൻ, നോക്കൂ മലക്കുകളെ, എന്റെ അടിമകൾ ഇതാ വന്നിരിക്കുന്നു, പൊടിപടലങ്ങൾ ഒട്ടിപ്പിടിച്ചവരായി, എന്താണ് യാത്രാക്ഷീണവുമായി അവരിതാ വന്നിരിക്കുന്നു എന്ന് പറയും. മലക്കുകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അള്ളാഹു വളരെ സ്നേഹത്തോടുകൂടെ നോക്കിക്കാണുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ഒരു മിനിറ്റും സെക്കൻഡും കളയാതെ പ്രാർത്ഥിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ പിന്നെ അറഫന്റെ അന്നൊക്കെ നമ്മൾ ആൾക്കാർ പറയുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ മിക്കവാറും ഒപ്പാണ് ഉണ്ടാവുക. പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോ റൂമുകളിൽ പോലും ചിലപ്പോൾ അങ്ങനെ സൗകര്യം കിട്ടിയെന്ന് വരും, ഒന്നിച്ച് താമസിക്കും. ചില സ്ഥലങ്ങളിൽ കിട്ടിയാൽ വരും. പക്ഷെ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ ഈ അറഫയിലൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യും, നമ്മളെ എല്ലാ സ്വകാര്യം ഭാര്യനോട് പറയാൻ പറ്റാത്ത കൂടി പടച്ചവനോട് പറയണതാണ്. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാ, രണ്ടാളും കുറച്ച് അപ്പുറത്തൊക്കെ പോയിരുന്നിട്ട് മനസ്സ് തുറന്ന് എന്ത് ചെയ്യാ, നിങ്ങള് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ. അത്രയും വിശാലമായ സമയം. അത് നിന്നിട്ട് എന്ത് ചെയ്യാ, രണ്ട് കൈകളും മേൽപോട്ടേക്ക് ഉയർത്തിയിട്ട് ചോദിക്കാനും പറയാനുള്ളതൊക്കെ പറയാൻ പറ്റും. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. ഇപ്പൊ നിങ്ങൾ ഹജ്ജിനോക എന്ന് കുറെ കാലമായാലും പറയണം. അവിടെ എത്തി, ഹജ്ജിൽ ഇപ്പൊ നിങ്ങൾ എത്തിച്ചേർന്നത് എവിടെയാണ്? അറഫയിലാണ്. അവിടെ എന്താവുക, വളരെ ആ സൂര്യാസ്തമയം വരെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് സൂര്യാസ്തമനത്തോടു കൂടെ അവിടെ നിന്ന് എന്ത് ചെയ്യാ, ഇങ്ങോട്ട് പോരാന്നുള്ളതാണ്. അവിടുന്ന് യാത്ര തിരിച്ചു പോരാന്നുള്ളതാണ്. അപ്പോ സൂര്യാസ്തമയത്തോടു കൂടെ മഗ്‌രിബ് ആവൂലേ അല്ലേ? പക്ഷെ മഗ്‌രിബ് അവിടുന്ന് നമസ്കരിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. നിസ്കരിക്കുണ്ടാവും ആൾക്കാർ അവിടെ കേട്ടോ. നിസ്കരിക്കുണ്ടാവും ആൾക്കാർ വന്ന് നമ്മോട് പറയാം, എന്താ മഗ്‌രിബ് ആയില്ലേ, സമയത്ത് നിസ്കരിക്കും. പിന്നെ മഗ്‌രിബ് ഉണ്ടാവും, ഹജ്ജിന് അന്നേരം പിന്നെ നിസ്കരിക്കാക്കാവും. പക്ഷെ നമ്മൾ അവിടെ നിസ്കരിക്കേണ്ടതില്ല. ആ നിസ്കാരം നമ്മൾ അവിടെ തിരിച്ചു വന്നിട്ട്, കാരണം നമ്മൾ ഇശാഇന്റെ കൂടെയാണ് നിസ്കരിക്കുക. ഇശാഇന് എത്രയോ സമയല്ലേ അല്ലേ? ആ സമയത്താണ് നമ്മൾ അവിടെ ആ രണ്ട് സ്ഥലത്താണ് നമ്മൾ അവിടെ വരുമ്പോ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് നമ്മൾ എന്താണ് മുസ്ദലിഫയിൽ എത്തിയതിനു ശേഷം നമസ്കരിക്കേണ്ടതുള്ളൂ. ഈ അറഫയിൽ പൊതുവേ വരാവുന്ന കാര്യങ്ങളാണ് എന്ത് കാര്യങ്ങള്, പിന്നെ നമ്മൾ ഈ ജബൽ റഹ്മ കയറാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. അതേപോലെ തന്നെ ഖുതുബക്ക് മുമ്പ് ളുഹൂർ അസ്ർ നിസ്കരിക്കുന്നത്. ഖുതുബ കഴിഞ്ഞിട്ടാണ് നമ്മൾ, ഖുതുബ ഉണ്ടാവും മിക്കവാറും നമുക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ, ഖുതുബ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. പിന്നെന്താണ്, അറഫയിൽ വെച്ച് ഒരു സുന്നത്തും നിങ്ങൾ നിസ്കരിക്കണം. അറഫയിൽ നിന്ന് വേറൊരു നിസ്കാരമല്ല, നമ്മൾ ഈ ഫർളല്ലാത്ത വേറൊരു നിസ്കാരം. അറഫയിൽ പോയിട്ട് പുണ്യസ്ഥലല്ലേ, അതുകൊണ്ട് ഒരു നിസ്കാരം ആകാന്ന് വിചാരിച്ചാണ്ട് അവിടുന്ന് ഒരു നിസ്കാരം നമ്മൾ സംഘടിപ്പിക്കണം. ആൾക്കാരവിടെ എന്തൊക്കെ കടറങ്ങൾ, വലിയ മൈക്ക് സ്പീക്കറൊക്കെ വെച്ചിട്ട് ഭയങ്കര ദ്വയും ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഏകാന്തമായി നിന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ട സമയമായിട്ടാണ് അതിനെ നമ്മൾ എന്താകേണ്ടത്, കാണേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയിൽ നിന്ന് പോരാൻ പറ്റൂല കേട്ടോ. അറഫയിൽ എത്തിപ്പെട്ട ആള് എന്താ ചെയ്യേണ്ടത്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടത്. പിന്നെ നമ്മള് മുസ്ദലിഫയിലേക്കാണ്. ഇപ്പൊ എത്രയായി ദിവസം? 8ന്റെ അന്ന് നമ്മൾ പുറപ്പെട്ട് രാത്രി അവിടെ താമസിച്ചു. ഇപ്പൊ ഇന്ന് എത്രയാണ്? 9ആണ്. 9ന്റെ അന്ന് ഉച്ചയോട് അടുപ്പിച്ച് നമ്മൾ അവിടെ എത്തി. പിന്നെ നമ്മള് സൂര്യാസ്തമയത്തോടു കൂടി അവിടുന്ന് പോകുന്നു. അറഫ കഴിഞ്ഞു കേട്ടോ. അറഫ കഴിഞ്ഞാൽ നമ്മളൊക്കെ കൊടുന്ന ബസ് തന്നെ ചിലപ്പോൾ കിട്ടി തരും, ചിലപ്പോൾ എന്തെങ്കിലും വാഹനം കിട്ടും. പിന്നെ നേരെ യാത്രയാണ്. ആ യാത്രയും നേരത്തെ പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. അവിടുന്ന് നമ്മൾ നേരെ പോണത് മുസ്ദലിഫയിലേക്കാണ്. ഇതാണ് മുസ്ദലിഫയിലെ പ്രധാന പരിപാടി അവിടെ അന്ന് രാത്രി തങ്ങാന്നുള്ളതാണ്. അപ്പൊ മുസ്ദലിഫയിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളും യാത്രയുടെ പ്രയാസങ്ങളും ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ ഒരു സമയം വല്ലാതെ തെറ്റും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വാഹനത്തിൽ നിസ്കരിക്കണ്ടൂ. വാഹനം നിസ്കരിക്കാം കേട്ടോ. വാഹനത്തിൽ തേമം ചെയ്ത് നമുക്ക് നിസ്കരിക്കാം. പക്ഷെ അധികവും നമ്മൾ മുസ്ദലിഫയിലേക്ക് എത്തും. എന്തെങ്കിലും തടസ്സം കൊണ്ട് എന്തും വരാം, യാത്രയുണ്ടോ. ഞാൻ പറഞ്ഞ 25 ലക്ഷം ആളുകളെ കയറ്റിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ എപ്പോൾ എത്തും നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിസ്കാരം ആകരുത്. നിസ്കാരം എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ സമയം തെറ്റുന്നു കണ്ടാൽ നമുക്ക് നിസ്കരിക്കാം. കഴിയുന്നതും എന്ത് ചെയ്യുക, നമ്മള് മുസ്ദലിഫയിൽ നിസ്കരിക്കും. മുസ്ദലിഫയിൽ എത്തിയാൽ മുസ്ദലിഫ ഇതേമാതിരി വിശാലമായി കിടക്കണം. അവിടെ പിന്നെ ടെന്റുകളൊന്നും കാണില്ല, നമുക്ക് ഒഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും കിടക്കാം, എവിടെയാണെങ്കിലും താമസിക്കാം. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ദലിഫയിൽ തന്നെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അപ്പോ മുസ്ദലിഫയിൽ എത്തിയ നിലക്ക് എന്താണ്, അവിടെ ഇങ്ങനെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരുന്ന് ദിക്റും തൊഴിലൊക്കെയല്ല, രാത്രി ഉറങ്ങാൻ വേണ്ട കേട്ടോ. രാത്രി എന്താണ് ഉറങ്ങാൻ വേണ്ടത്. നമ്മൾ എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്യുക, ഉറങ്ങുക. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ പിന്നെ അവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മുസ്ദലിഫയിൽ മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന ഒരു മല ഉണ്ട്. അവിടെ കയറി നിന്ന് വേണമെങ്കിൽ കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തക്ബീറുകളും തഹ്മീദുകളും ദുആകളും ഒക്കെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും എത്തിപ്പെടുക, അവിടെ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ എന്തായിരിക്കും ചില ബുദ്ധിമുട്ട്. പക്ഷെ ഇതൊക്കെ ഒരേ റൂട്ടിലാണുള്ളത്, ചിലപ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു എന്ന് വരും. പിന്നെ എവിടെ വേണമെങ്കിലും താമസിക്കാം. മുസ്ദലിഫയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഏത് സ്ഥലത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, താമസിക്കാൻ പറ്റും. നമ്മൾ പിന്നെ ഇങ്ങനെ പോണ വഴിക്ക്, മുസ്ദലിഫിൽ നിന്ന് പോണ വഴിക്ക് വാദി മുഹസ്സിർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരല്പം വേഗത്തിൽ നടക്കുക എന്നൊരു സുന്നത്ത് റസൂൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആ സന്ദർഭത്തിനും സമയത്തിനും അവിടെ എത്തുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മുസ്ദലിഫയിൽ രാത്രി ഉറങ്ങുക കേട്ടോ. ചിലപ്പോൾ നല്ല തണുപ്പ് വികാരം, ഓരോരോ കാലാവസ്ഥക്ക് അനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മുസ്ദലിഫയിൽ പിന്നെ രാത്രി താമസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഉറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരം വെളുക്കുമ്പോൾ സുബഹി നമസ്കരിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പോരേണ്ടത്. സുബഹി എവിടെ നമസ്കരിക്കേണ്ടത്? ശരിക്കും സുബഹി മുസ്ദലിഫയിൽ നമസ്കരിക്കാൻ സാധിച്ചാൽ അവന് മുസ്ദലിഫ കിട്ടിയെന്നാണ്. സുബഹി നമസ്കരിക്കാൻ മുസ്ദലിഫയിൽ നിന്ന് കഴിയാന്നുള്ളതാണ് അതിന്റെ പരമാവധി കേട്ടോ. ചിലപ്പോൾ അതൊക്കെ സാധിച്ചു എന്ന് വരുള്ളൂ. ഇപ്പൊ സുബഹി നമസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് പുറപ്പെടുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ആളുകൾക്കാകെ മുസ്ദലിഫിൽ പോയ പണി ഈ ചെന്നാപ്പൊരു ഇശാമാരിബി നിസ്കരിക്കാൻ, ആ ഇശാമാരിബിക്ക് നിസ്കരിക്കാൻ മുന്നേ എല്ലാവരും കല്ല് തെരഞ്ഞു പോകും. കല്ല് തെരഞ്ഞു പോകലാണ് അവിടെ ആൾക്കാർ ചെയ്യുന്ന പ്രധാന പണി. നമ്മൾ അവിടുന്ന് കല്ല് പെറുക്കുക എന്നുള്ളത് പ്രവാചകന്റെ മാതൃകയാണ്. 7 എണ്ണം പെറുക്കാൻ കേട്ടോ. നമുക്ക് കുറേ ഏറിയാണ്ട്, ആ ഏറിയാനുള്ളത് മുഴുവൻ അവിടുന്ന് സെഞ്ചിലായി കൊണ്ടുവരുന്ന ഒരു ആവശ്യം. ചില ആൾക്കാർ കല്ല് എടുക്കും, എന്നിട്ട് പിന്നെ കഴുകാൻ കൊണ്ടുപോകും. കല്ല് കഴുകലൊക്കെ വിദേഹത്താണ്. ഏറിയുടെ കല്ലാണെങ്കിൽ എന്ത്, ആ കല്ലിന്റെ സ്വഭാവത്തിന് നിന്നോടെ അങ്ങനെ ചെയ്യും. അപ്പൊ കല്ല് അറിയുമ്പോൾ വലിയ കല്ല്, ഒരു കടലമണ്ണേക്കാളും കുറച്ച് വലുപ്പമുള്ള, അത് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത അംഗീകാരമാണ് ആ കല്ല്. അത് 7 എണ്ണം നമുക്ക് പെറുക്കാം. അത് നമ്മൾ അവിടെ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നിസ്കാരമാണ്. ഏത്? അത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റും. ആ നമസ്കാരത്തിന് മുമ്പ് കല്ല് പെറുക്കുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമാണ് എന്ന് വരെ നമുക്ക് ഇതിന്റെ മനാസിക്കിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സുബഹി നമസ്കരിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പുറപ്പെടും. അപ്പൊ നമ്മൾ എത്രയായിപ്പോ? അറഫന്റെ അന്ന് രാത്രിയാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് അല്ലേ? അറഫ എത്രാമത്തെ ദിവസം? 9ാമത്തെ ദിവസം. ഇപ്പൊ നമ്മൾ 10ാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇനി നമ്മൾ വീണ്ടും നമ്മൾ പുറപ്പെട്ട മിനയിലേക്ക് എത്തുകയാണ്. മിനയിലേക്കാണ്. ഈ 10ാമത്തെ ദിവസമാണ് ഹജ്ജിൽ ഏറ്റവും അധികം നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസം കേട്ടോ. ഹജ്ജിന്റെ ഏറ്റവും, ഇപ്പൊ അറഫന്റെ അന്ന് അറഫയിൽ നിർത്തുള്ളൂ. മുസ്ദലിഫയിൽ ആ രാത്രി താമസിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മിനയിൽ അന്ന് താമസസ്കാരം കഴിഞ്ഞ് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? യൗമുദ്ദബ്ഹി വൻ നഹർ, നമ്മള് അർക്കും ഒക്കെ ചെയ്യണ ഏറൊക്കെ കൃത്യമായി നിർവഹിക്കണം. 1ാമത്തെ സുബഹി കഴിഞ്ഞ് വന്നാൽ നമ്മൾ ആദ്യ പരിപാടി, ഇങ്ങനെ ഇതിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. ക്രമം പാലിക്കാൻ കഴിയുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമുക്ക് ലഭിച്ചു എന്ന് മാത്രം. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചാൽ, ജംറത്തുൽ അഖബ, 3 അഖബകളുണ്ട്, ഏറിയേണ്ട സ്ഥലങ്ങളുണ്ട്. ഏറിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ച് കിണർ പോലെ ഒരു വട്ടത്തിലുള്ള ഒന്നുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കിണറിനേക്കാളും കുറച്ച് വലുപ്പം തോന്നിയിരിക്കും. ഇനി ഇക്കൊല്ലം ചെല്ലുമ്പോൾ അങ്ങനെ അവരിടും. ഭയങ്കരമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അവിടെ. ഏതായിരുന്നാലും അതിന്റെ നടുക്ക് എന്തുണ്ടായിരിക്കും? ഒരു സ്തൂപം ഉണ്ടാവും ഈ കിണറിന്റെ തൊട്ടു മധ്യത്തിൽ. ചിത്രം ഇവിടെ ഉണ്ട്, ചിത്രം വലുതാക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ എന്ത് ചെയ്യണം? നമ്മള് രാവിലെ പോയാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഏറൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷെ ഈ ഏറ് മാത്രം എന്നാണ്? സുബഹിക്ക് ശേഷമാണ് നമ്മൾ ഏറിയേണ്ടത്. ഈ മുസ്ദലിഫിൽ ചിലപ്പോൾ എന്താ പറയുക, കുട്ടികളോ അതേപോലെ തന്നെ സ്ത്രീകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ രാത്രി മുഴുവൻ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും, നേരത്തെ പോരാൻ പറ്റും. പോന്നാലും അവരെന്താണ്? സുബഹിക്ക് ശേഷമാണ് ഏറ് തുടങ്ങുക. അവിടെ ചെന്നാൽ ജംറയിൽ ചെന്നാൽ, ഈ ജംറ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുതും മധ്യത്തിലുള്ളതും ജംറത്തു സൂറയും ജംറത്തുൽ ഉസ്തയും കഴിഞ്ഞിട്ടാണ് എന്ത്? ഇതിന്റെ അഖബ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര എന്ന് പറയുന്ന ജംറയും. ആ ജംറയിലാണ് നമുക്ക് 1ാമത്തെ ദിവസം ഏറ്. 7 ഏറ് മാത്രമേ ഉള്ളൂ അന്ന്. ആ 7 ഏറും എന്ത് ചെയ്യുക? നമ്മൾ അന്ന് നിർവഹിക്കുക. അത് നിർവഹിക്കുന്നതോടുകൂടെ നമ്മൾ എന്തായി തീരും? തഹല്ലുലായി മാറും കേട്ടോ. ആ ജംറത്തുൽ അഖബ തെറ്റരുത്. അത് പിന്നെ ഏറ്റവും അവസാനമായി ഇവിടുന്ന് പോകുമ്പോൾ, നമ്മൾ മിനയിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും അവസാനമായി കാണുന്ന ജംറയാണ്. പിന്നെ അവിടെ നമ്മൾ പിന്നെ 7 ഏറ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കല്ല് എടുത്തിട്ട്, എങ്ങനെയാണ് സാധാരണ ആൾക്കാർ എറിയൽ എങ്ങനെയാ വെച്ചാൽ, ആൾക്കാർ പിശാച്ചിനെ എറിയാണ് എന്നുള്ള ഒരു ധാരണ ആളുകൾക്കുണ്ട്. അത് വളരെ തെറ്റായ ധാരണയാണ്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാണ് ഏറെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താനാണ് ഏറ് കേട്ടോ. അപ്പൊ അള്ളാഹിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയുള്ള ഏറും പിശാചിന് ഏറിയണതും രണ്ടും ഒരേ ഏറാവൂല കേട്ടോ. ആൾക്കാരെന്ത് ചെയ്യും? ചെരുപ്പൊക്കെ എടുത്തിട്ട് ഈ കാര്യത്തിൽ
പിന്നെ എറിയാന്ന് പറഞ്ഞാലും നമ്മൾ കല്ലിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഇടും. അത് കുറച്ച് പരമാവധി അടുത്ത് ചെന്നാലേ അതിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ഉള്ളിലേക്ക് വീടാൻ പറ്റുള്ളൂ. നമ്മളൊരു ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് തിരക്കൊക്കെ ആൾക്കാർ വെറുതെ പേടിപ്പിക്കാൻ. അതെന്താ വെച്ചാൽ എല്ലാവരും പാടാൻ ചെല്ലുമ്പോൾ ഓരോ പ്രവാഹങ്ങളെ കയറും. അപ്പൊ അതിന്റെ ഗ്യാപ്പ് നോക്കി കുറച്ച് മാറി നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏഴും ഒന്നിച്ചെറിയാൻ പറ്റൂല, ഓരോന്നോരോന്ന് എന്ത് ചെയ്യണം, എറിയണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ദിവസം നമുക്കുള്ള ഏറെന്ന് പറഞ്ഞാൽ. പിന്നെ ഏറിൽ വരാവുന്ന തെറ്റുകൾ ഒന്ന്, കല്ല് കഴുകും ചില ആൾക്കാർ, ചെരുപ്പും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതും. അതാരോ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമാണ്, ഇത് പിശാചിന് ഏറിയലാണ് കേട്ടോ. അങ്ങനെ ഒരു സംഗതി അല്ലാതെ. പിന്നെ നമ്മൾ അന്ന് ചെയ്യേണ്ട കർമ്മങ്ങളിൽ പെട്ടതാണ് ഒന്ന് ബലി അറുക്കുക എന്നുള്ളത്. ബലി അറുക്കല എന്നുള്ളതാണ്. ബലി അറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തം അറുക്കലാണ് ഇത്രേ ഏറ്റവും പ്രധാന സുന്നത്ത്. റസൂലുള്ളാഹി അങ്ങനെ ഒറ്റക്ക് അറുത്ത്, പക്ഷെ അതൊന്നും ഇപ്പൊ അവിടെ നടക്കൂലല്ലോ. 10-25 ലക്ഷം ആളുകൾ ഒറ്റക്ക് സ്വന്തം പോയി എന്താ അറുക്കലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഈ അറുക്കണത് ഒരു വിശ്വസ്തമായ കേന്ദ്രത്തിൽ ഏൽപ്പിക്കാം. അറുക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ വിശ്വസ്തമായ കേന്ദ്രത്തിൽ അറുക്കുന്ന നമുക്ക് ഏകദേശം ധാരണയുള്ള സ്ഥലങ്ങളിലേക്ക് പല ആളുകളും പല രൂപത്തിൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഏകദേശം വിശ്വസിക്കാവുന്ന രൂപത്തിൽ നമ്മൾ അതിനെ ഏൽപ്പിക്കാം. ആ അറിവ് എന്ത് ചെയ്യും, അതിന്റെ സമയത്ത് അവർ നിർവഹിക്കും. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളൊക്കെ മിനയിലേക്ക് പോയതിന് മുന്നേ ചില ആൾക്കാരൊക്കെ അറുത്ത ഇറച്ചി നിങ്ങൾക്ക് കൊടുന്നു തരും. അതിന് നമുക്ക് ഈ അറിവ് നടയാൻ പറ്റില്ല കേട്ടോ. അവിടെ ചെന്നാൽ പറ്റുന്ന ഒരു അബദ്ധം അതാണ്. ചില ആൾക്കാരെന്ത് ചെയ്യും, ഈ യൗമുൻ നഹറിന്റെ മുമ്പ് 10-ന് മുമ്പ് എന്ത് ഉണ്ടാവും, അറുത്ത് അവരെന്ത് ഉണ്ടാവും, എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ചില ആൾക്കാരെന്ത് ചെയ്യും, അതിന്റെ ആൾക്കാരൊക്കെ അതിൻ്റെതായ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ അറുക്കേണ്ട എന്ന് തന്നെയാണ് യൗമുൻ നഹർ. ഇത് തമത്തു ആയിട്ടുള്ള ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറുക്കുക എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യും, നിർവഹിക്കണം. അറുക്കുമ്പോഴുള്ള മര്യാദകളും കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വന്തം അറുക്കേണ്ട ഒരു അവസ്ഥ ആർക്കെങ്കിലും സാഹചര്യങ്ങൾ കിട്ടും. ഇപ്പൊ സാധാരണ നമ്മളൊക്കെ അങ്ങനെ സൗകര്യം ചെയ്യലുണ്ട്. പിന്നെ ഈ KNMന്റെ ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പോണ ആളുകളിൽ നിന്നും നല്ല കുറച്ച് നടക്കാണ്ട് ആരോഗ്യമുള്ള ആളുകൾക്ക് പോയിട്ട് അറുക്കാൻ സംവിധാനം ചെയ്യാൻ കഴിയാറുണ്ട്. പക്ഷെ എപ്പോഴും എല്ലാവർക്കും അത് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. പിന്നെ നമ്മളെന്നെ അറുക്കണം നിർബന്ധമില്ല. അതിനെ ഏൽപ്പിച്ച ആൾക്കാർ കൃത്യമായി നിർവഹിച്ചാൽ മതിയാവുന്നതാണെന്നാണ്. പിന്നെ അതേപോലെ ഈ അറിവിന്റെ ദിവസം, ഈ ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസമാണെന്ന്, പെരുന്നാളിന്റെ ദിവസമാണ്. പിന്നെ നമുക്ക് അന്ന് ചെയ്യാനുള്ള മറ്റൊരു കർമ്മം നമ്മൾ എന്ത് ചെയ്യുക, മുടിയെടുക്കാനുള്ളതാണ്. മുടിയെടുത്ത് നമ്മൾ നേരത്തെ ഉംറക്ക് ചെയ്തതുപോലെ നമുക്ക് തഹല്ലുലാകാം. ഈ തഹല്ലുലാകുന്നതോട് കൂടെ എന്ത് ചെയ്യുന്ന പൂർണ്ണ തഹല്ലുലാവില്ല. പൂർണ്ണ തഹല്ലുലാവില്ല പറഞ്ഞാല് പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താകും, അനുവദനീയമാകും. അത് അപ്പൊ നമ്മൾ നിർവഹിച്ചു. അറിവ് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുടി നേരത്തെ പറഞ്ഞ മാതിരി കളയേണ്ടവർ ഒന്നിച്ച് കളയാ. വെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലായിടത്തും ഒരേപോലെ വെട്ടാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യപൂർവ്വം അന്ന് നിർവഹിക്കാനുള്ള ഒരു കർമ്മമാണ്. പിന്നെ ഈ തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ ഡ്രസ്സൊക്കെ ഇടാം. നമ്മൾ ഇഷ്ടമുള്ള പുരുഷന്മാർക്കുള്ള അവനാന്റെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഏത് രൂപത്തിലാവാൻ. പിന്നെ നമ്മൾ ഹജ്ജ് ഇഹ്റാമിന്റെ അവസ്ഥ തീർന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാറ്, പിന്നെ നേരെ നമുക്ക് പിന്നെ മക്കത്ത് പോകണം. മക്കത്ത് പോയിട്ട് നമുക്ക് ചെയ്യേണ്ട 2 കർമ്മങ്ങളുണ്ട്. ഒന്നെന്താണ്, തവാഫുൽ ഇഫാദ എന്ന് പറയും. അതേപോലെ തന്നെ സഅയും. ഇത് രണ്ടും നിർവഹിക്കണം. അത് നമുക്ക് അന്ന് തന്നെ സാധിക്കുമെങ്കിൽ ആ ക്രമം സുന്നത്തിലൊക്കെ അന്ന് തന്നെ സാധിക്കും. പക്ഷെ അന്ന് എല്ലാ ആളുകളും അങ്ങോട്ട് പോയി നിർവഹിക്കുന്നത് കൊണ്ട് അന്ന് പൊതുവെ തിരക്കെന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ സ്ത്രീകൾക്കൊക്കെ ആർത്തവമുള്ള സ്ത്രീകൾക്ക് തവാഫുൽ ഇഫാദ അന്ന് നിർവഹിക്കാൻ പറ്റൂല, കാത്തു നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ അന്ന് പോയിട്ട് തവാഫുൽ ഇഫാദ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേപോലെ തവാഫ്. പക്ഷെ വന്നപ്പോൾ ചെയ്ത പോലെ ഇൽത്തിബാവോ കൈ പുറത്തുക്കിടലോ അല്ലെങ്കിൽ റംലോ ഒന്നും വേണ്ട. സാധാരണഗതിയിലുള്ള തവാഫ് നിർവഹിക്കുക. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമസ്കരിക്കാൻ പറ്റുന്നതാണ്. അതാണ് തവാഫ്. ഇത് വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവകാരികളാണെങ്കിലും എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അവരത് ചെയ്യണം. അത് വളരെ ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ആ തവാഫ് എന്ന് പറഞ്ഞാൽ. അത് അന്ന് പിന്നെ നിർവഹിക്കേണ്ട മറ്റൊരു കർമ്മമാണ് സഅയ്. സഅയ് നമ്മൾ ചെയ്തില്ലേ, ഉംറക്ക് സഅയ് ചെയ്തില്ലേ, അതേപോലെ ഹജ്ജിനും ഒരു സഅയുണ്ട്. ആ സഅയും നേരത്തെ പറഞ്ഞ പോലെയുള്ള സഅയാണ്, ഒരു വ്യത്യാസമല്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ നിർവഹിക്കുക. അത് രണ്ടും മക്കയിൽ ചെല്ലുമ്പോൾ ഒരൊറ്റ പോക്കിന് ചിലപ്പോൾ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സൗകര്യത്തിലൊക്കെ നിന്നാൽ ചെയ്യാൻ പറ്റും. അത് പറ്റാത്ത ആളുകൾക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ സൗകര്യമുള്ള സമയത്ത് പോയി ഇത് രണ്ടും എന്താകാവുന്നതാണ്, നിർവഹിക്കാവുന്നതാണ്. നിർവഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മിനയിൽ വരും. ഇപ്പൊ നമ്മളെ മിനയാണ് നമ്മളെ താമസ സ്ഥലം കേട്ടോ. മിനയിൽ നിന്നാണ് നമ്മൾ പോണത്, മിനയിലേക്കാണ് നമ്മൾ വരുന്നത്. മിനയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മിനയിൽ നമ്മൾക്ക് ദുൽഹജ്ജ് അന്ന് രാത്രി നമ്മൾ വന്നു കേട്ടോ. എന്തൊക്കെ നമ്മൾ കഴിഞ്ഞു, അറിവ് കഴിഞ്ഞു, സാധിക്കുകയാണെങ്കിൽ തവാഫ് കഴിഞ്ഞു, സഅയ് കഴിഞ്ഞു, നമ്മൾ മുടി കളഞ്ഞു, ഒക്കെ തഹല്ലുലായി വന്ന് രാത്രി നമുക്ക് അവിടെ താമസിക്കാം. രാത്രി അവിടെ താമസിക്കുന്ന രാത്രി ഒരാൾക്ക് വേണ്ടി തവാഫ് പോയി ചെയ്യണമെങ്കിലൊക്കെ മിനയിൽ നിന്ന് പോയി ചെയ്യാം. മിനയിൽ എന്താ ചെയ്യാനുള്ളത്,
മിനയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിവസം ഈ ദിവസങ്ങൾക്ക് നമ്മൾ പറയാം അയ്യാമുത്ത ശരിയൊക്കെ എന്നാണ്. അയ്യാമുത്ത ശരിയൊക്കെ വളരെ പുണ്യകരമായ ദിവസങ്ങളാണ്, കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ അവിടെ താമസിക്കും. താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന പ്രവർത്തനം ഏറ് തന്നെയാണ് കേട്ടോ. ഏത് ദുൽഹജ്ജ് 11, 12, 13. ഇനി നമുക്ക് ആ ഒരു കർമ്മമുള്ളൂ ബാക്കി. ഏറ് എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യണം? അത് സവാലിന് ശേഷം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം. രാവിലെ ഒന്നും ചെയ്യാല്ല, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോവുക, ഏറിയ. ആദ്യം ജംറത്തു സൂറ 7, പിന്നെ ജംറത്തുൽ വുസ്ത 2ാമത്തെ ജംറ, പിന്നെ 3ാമത്തെ ജംറ. അങ്ങനെ 3, 7 എത്ര? 21. ആ കല്ല് എവിടുന്ന് പൊറിക്കാൻ മതി? മിനയിൽ നിന്ന് പൊറിക്കാൻ മതി കേട്ടോ. കഴിവൊന്നും വേണ്ട. ചെറിയ കല്ല്, കടമണ്ണിക്കായ വലിയ കല്ല് പൊറുക്കിയിട്ട് നമ്മൾ പോവാം. അങ്ങനെ പോയി കഴിയുമ്പോൾ എന്താണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകത? നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ജംറയിലും 2ാമത്തെ ജംറയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ ജംറയിൽ നമ്മൾ എന്താണ് ഈ ജംറയെ ഇടതുവശത്താക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കുറെ എത്രയോ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ആളുകൾ ഏറ് കഴിഞ്ഞ സന്തോഷത്തിൽ വേഗം പോരും, അനാവശ്യമില്ല, നമുക്ക് വേറെ പരിപാടിയില്ല. ആ തിരക്കെന്നൊക്കെ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് കിബിലക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കാം. 1ഉം 2ഉം ജംറയിൽ. 3ാമത്തെ ജംറയിൽ എന്തില്ല? പ്രാർത്ഥന ഇല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2ഉം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 3ാമത്തേക്ക് എത്തുമ്പോൾ അവിടെയും പോയി എന്ത് ചെയ്യണ്ട? പ്രാർത്ഥിക്കണ്ട. ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നിസ്കാരം കാണിച്ചു തന്ന മാറി ഹുദു അന്നി മനാസിക്കും, എന്നിൽ നിന്നാണ് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം, അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം കേട്ടോ. അത് ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ ശ്രമിക്കും വേണം. അങ്ങനെ 3 ജംറയിൽ എറിഞ്ഞു 11-ന്. പിന്നെ നമുക്ക് 12-നും അതേ കാര്യം ഉച്ചയ്ക്ക് ചെയ്യാം, 13-ന് ചെയ്യാം. ഇനി 12-ന് എന്താണ്? അവിടെ നിന്ന് പോരേണ്ട ആളുകൾക്ക് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ. 12-ന്റെ അന്ന് മിന വിട്ടു പോരാം കേട്ടോ. 13-ന്റെ ഏറും കൂടി കഴിച്ചു പോരാം. പക്ഷെ സുന്നത്ത് എന്താണ്? അവിടെ താമസിക്കലാണ്. പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടെന്റില് ഞങ്ങൾ വളരെ പരിമിതമായ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മുടെ അവിടുത്തെ ആൾക്കാരൊക്കെ ചോദിക്കും എന്താ നിങ്ങൾ ഇവിടെ ചോദിക്കും. മിക്കവാറും ആളുകളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേഗം റൂമിൽ എത്തുക, വേഗം അങ്ങനെ ആക്കുക. എന്തിനാണ് അങ്ങനെയൊക്കെ ആവശ്യം? ഒരു നന്മ നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കൂടെ? ഞാൻ പറഞ്ഞ ഏറ്റവും സുഖം 13-ന്റെ അന്ന് ഏറിയാനാണ്. എല്ലാവരും 12-ന്റെ അന്ന് ഏറി കഴിച്ച് പോയിട്ടുണ്ടാവും. നമുക്ക് വളരെ സുന്ദരമായി 1ാമത്തെ ജംറയിലും 2ാമത്തെ ജംറയിലൊക്കെ നിന്ന് ഇഷ്ടം പോലെ പ്രാർത്ഥിച്ച് സുഖകരമായി പോരാൻ പറ്റും. പിന്നെ പോരുമ്പോൾ ഒരു ബ്ലോക്കും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് തിരക്കുണ്ടാകാനല്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും, പോരാൻ പറ്റും സുഖമായിട്ട്. പിന്നെ മിനയിലൊക്കെ വെച്ചാൽ ഒഴിവുള്ള സമയങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ അവിടുന്ന് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. മസ്ജിദുൽ ഹൈഫ് 70ഓളം നബിമാർ നമസ്കരിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ്. ആ മസ്ജിദുൽ ഹൈഫിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് അതാണ് പുണ്യം. അത് ചിലപ്പോൾ ടെന്റിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം. അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ടെന്റുകളിൽ വെച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കും, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പല ദുആകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന സംവിധാനം കൂടുതൽ വിവരമുള്ളവർ ഉപയോഗപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. 13ാമത്തെ ദിവസത്തെ ഏറും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു മക്കയിലേക്ക് വരുന്നതോടുകൂടെ നമ്മുടെ ഹജ്ജ് പൂർത്തിയായി. പിന്നെ ഹജ്ജിൽ തവാഫ് ചെയ്യാനോ സഹി ചെയ്യാനുള്ള ആളുകളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സഹി ചെയ്യിക്കാനും തവാഫ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കാം. നമ്മളത് പൂർത്തിയായില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഹജ്ജിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയിട്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും. നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറുപടി പറയുമ്പോൾ നിങ്ങൾക്കത് ഹജ്ജിന്റെ കാര്യങ്ങൾ പൂർത്തിയായി കിട്ടും. ഏതായിരുന്നാലും ഈ സന്ദർഭങ്ങളൊക്കെ മിനയിലാകുമ്പോൾ നമ്മുടെ തക്ബീർ ചെല്ലാം. തക്ബീറിന്റെ അതേപോലെ തന്നെ നമുക്ക് തെൽബിയത്ത് ഏത് സമയം വരെ? ആദ്യത്തെ ജംറയിൽ 10ാമത്തെ ദിവസം ആദ്യത്തെ ജംറയിൽ എറിയാൻ പോകുന്നതിനോടുകൂടെ എന്ത് ചെയ്യും? തെൽബിയത്തുകൾ സമാപിക്കും കേട്ടോ. പിന്നെ തെൽബിയത്തില്ല. അങ്ങനെയാണ്. അത് കഴിഞ്ഞതോടുകൂടെ നമ്മളെ 13ാമത്തെ തിരിച്ചുവരോടെ ഹജ്ജ് പൂർത്തിയാവും. അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ എല്ലാ പുസ്തകത്തിലും കാണണവും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് മദീനയുള്ള സിയാറത്ത്. അധികമൊന്നും പറയാനില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. മദീന സിയാറത്ത് കഴിയുന്നതും മദീന സിയാറത്തേക്കാരും ചിലപ്പോൾ പ്രാവശ്യം പല ആളുകൾക്കും ആദ്യം വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മദീന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പുണ്യം ഉദ്ദേശിച്ച് പോകാൻ അനുവദിച്ച 3 പള്ളികളുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദി ഹാദാ എന്ന് പറഞ്ഞ് നബിന്റെ പള്ളിയാണ്, പിന്നെ ഒന്ന് മസ്ജിദുൽ അഖ്സയാണ് ഫലസ്തീനുള്ള. ഈ 3 പള്ളികൾ. അപ്പൊ ഈ ഒരു യാത്രയിൽ ഈ 3 പുണ്യ പള്ളികളിൽ 2 പള്ളി കാണാൻ ഭാഗ്യം ലഭിക്കും എന്നുള്ള ചെറിയ കാര്യമായി കാണാൻ പറ്റൂല. എന്തായിരുന്നാലും ഹറമിൽ നമസ്കരിക്കുന്നതിന്റെ അത്ര പുണ്യമില്ലെങ്കിലും അവിടെയും എന്താണ് സാധാരണ ജമാഅത്തിനേക്കാളും പുണ്യം എവിടെയുണ്ട്? മദീനയിലുണ്ട്.
അവിടെ നമുക്ക് ചെന്നാൽ എന്താണ് മദീന എന്ന് പറഞ്ഞാൽ അറിയാലോ. മദീന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മദീനത്തുർ റസൂൽ എന്നാണ്, നബിയുടെ പട്ടണം എന്നാണ്. മദീന പറഞ്ഞ അറബിയിൽ പട്ടണം എന്നാണ് വാക്കിന്റെ അർത്ഥം. മദീന എന്ന് പേര് വരാൻ കാരണം റസൂലുള്ളാഹി അവിടെ ചെന്ന് ഹിജ്റ ചെന്നതിന് ശേഷം അവിടെ രൂപീകരിച്ചെടുത്ത പട്ടണമാണ് മദീന. റസൂലുള്ളാഹിന്റെ പള്ളി തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അവിടെ ചെല്ല, അവിടെ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ പള്ളി കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച പള്ളി കയറേണ്ടത്. പിന്നെ 2 റക്അത്ത് നമ്മൾ എന്ത് ചെയ്യണം? തഹജ്ജുദ് നമസ്കരിക്കണം. സാധിക്കുമെങ്കിൽ അവിടെ റൗളുണ്ട്. റൗള എന്ന് പറഞ്ഞാൽ നമ്മളെ പാട്ടിലൊക്കെ റൗള ഷെരീഫ് കണ്ടിടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഖബർ കാണാനാണെന്നാണ് ആൾക്കാർ വിചാരിക്കുക. റൗള എന്ന് പറയുന്നത് ഖബറിനല്ല കേട്ടോ. റൗള എന്ന് പറയുന്നത് അവിടെ അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിച്ച ആ മിഹ്റാബിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഏത്? റൗള എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. അവിടെ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അവിടെ നമ്മൾ കയറുന്ന സമയത്ത് സാധാരണ പറയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാത്ത്, പിന്നെ അഊദു ബില്ലാഹിൽ അലീം വജ്ഹിൽ കരീം സുൽത്താനിൽ ഖദീമിന ശൈത്താനിർ റജീം അല്ലാഹു മുഫ്തലി അബാബ റഹ്മത്തിക എന്ന പ്രാർത്ഥനയോട് കൂടെ പള്ളി കയറുക. ഈ 2 റക്അത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമസ്കരിക്കാന്നുള്ള. ഇത് മറ്റു പള്ളികൾ കയറുമ്പോഴുള്ള പ്രാർത്ഥന തന്നെയാണ്. മറ്റു പള്ളി കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കേണ്ടത്. പിന്നെ നമുക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഉടനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് പ്രവാചകന് നമ്മൾ എന്ത് ചെയ്യുക? വളരെ ഉച്ചത്തിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? സലാം പറ. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയാ. റസൂലുള്ളാഹിക്ക് സലാം പറയാം കേട്ടോ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ആരെ ഖബറുണ്ടാവും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖബറുണ്ട്, ഉമർ ഖത്താബിന്റെ ഖബറുണ്ട്. നമ്മൾ ആളുകൾ അതിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നത് കാണും കേട്ടോ. അത് തൊട്ട് മുത്തുന്നത് കാണും, ബർക്കത്തെടുക്കുന്നത് കാണും. ഷിർക്കിന്റെ ഒരംശം വന്നാൽ മിനയിൽ നിന്നതും അറഫി പോയതൊക്കെ അതോടുകൂടി തീരുന്നതാണ്. കാരണം ഷിർക്ക് എല്ലാ അമലുകളും നിഷ്ഫലമാക്കി കളയുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്നുണ്ടാകരുത്. അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുകയോ നമ്മൾ ആവശ്യങ്ങൾ പറയുകയോ റസൂലിന്റെ വിഷമങ്ങൾ തീർത്തേരെന്ന് പറയുകയോ ചെയ്തു പോയാൽ റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്നു, റസൂലിനോട് സലാം പറയുന്നു എന്നാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ള കർമ്മങ്ങൾ. പിന്നെ നമുക്ക് അവിടെ പിന്നെ നമുക്ക് പുണ്യകരമായി പറയുന്ന ഒരു പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. മസ്ജിദുൽ ഖുബാ പള്ളിയുണ്ട്. ആ ഖുബാ പള്ളിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഒളു എടുത്തിട്ട് ഖുബാ പള്ളിയിൽ പോയി നമ്മൾ എന്ത് ചെയ്യാണ്? നമസ്കരിക്കുകയാണെങ്കിൽ മൻ തതഹറ ഫീ ബൈതിഹി ثم اتى مسجد قباء فصلى فيه صلاه كان له كاجر عمره. ഒരു ഉംറയുടെ കൂലി കിട്ടുന്നതാണ്. മസ്ജിദ് ഖുബായിൽ പോയി നമുക്ക് ഒരു സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ 2 പള്ളിയുമല്ലാതെ മദീനത്ത് പ്രത്യേകമായി പ്രാധാന്യമുള്ള ഒരു പള്ളിയുമില്ല. പിന്നെ ആളുകൾ ചോദിക്കും, ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ ഇവിടെ പോയി, നിങ്ങൾ അവിടെ പോയോ, ജിന്ന് പള്ളി പോയോ, ഇവിടെ പള്ളി പോയോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അവിടെയൊക്കെ സൗകര്യം കിട്ടുകയാണെങ്കിൽ പോകുക എന്നല്ലാതെ ഏറ്റവും നല്ല ഹജ്ജ് എന്ന ആൾക്കാർ പറയാം ഇങ്ങനത്തെ സ്ഥലമൊക്കെ പോയി കണ്ടവർക്കാണ്. അതേമാതിരി ചില ആൾക്കാർക്ക് ടൂറാണ് ഹജ്ജ്. ഓരത്ത് ക്യാമറ ഉണ്ടാവും, ഒട്ടകപ്പുറത്ത് കയറി, കുതിരപ്പുറത്ത് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ആ കോലം ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളെ കൂട്ടുകാർ നമ്മളെ മനസ്സാണ് മാറ്റും കേട്ടോ. ഹജ്ജിന്റെ എല്ലാ നീയത്തും മാറ്റിയിട്ട് ഓൽക്കൊരു മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. വലിയ ഉദ്യോഗസ്ഥന്മാരും കലക്ടർമാരും ഒക്കെ കാരണം അവരെന്ത് ചെയ്യും? താടി മീശൊക്കെ പഠിച്ച് വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്യും? അവരെ മനസ്സിലൊരു ടൂർ ഉണ്ടാവും. അവരവിടെ ചെന്നാൽ ഓരോരുത്തർക്കും അവർക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. അതിന്റെ കൂടത്തിൽ കൂടിയാൽ അതിലാണ് പോകും. ദിക്റും ദുആയും പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കിട്ടുന്നതാണ്. അപ്പോ മദീനത്ത് പോയോ മദീനത്ത് പോയില്ലെങ്കിൽ ഒരാളെ ഹജ്ജ് മുറിയോ? മദീനത്ത് പോകുക എന്നുള്ള ഹജ്ജിന്റെ വാജിബാത്തുകളിലോ റുക്കുനുകളോ സുന്നകളോ ഒന്നും പെട്ടതല്ല. പക്ഷെ നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് പുണ്യമുള്ള 3 പള്ളികൾ ഉണ്ടായിട്ട് ഒരു പള്ളി കാണാൻ സൗകര്യം കിട്ടിയിട്ട് കാണാതെ കണ്ടാന്നുള്ളൂ കാണുക. അതേമാതിരി തന്നെ ആ പറഞ്ഞ സലാം പറയലും ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സാധിക്കുകയാണെങ്കിലും അത് പോയിട്ട് എന്ത് ചെയ്യുക? അതെല്ലാവർക്കും സാധിക്കും. കുബായിൽ പോയി നിസ്കാരം കഴിച്ചാൽ എന്ത് ചെയ്യും? തിരിച്ചു പോരാൻ പറ്റും. ധൃതിയിൽ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ ഓരോന്നിൻ്റെയും പ്രാധാന്യം കാര്യങ്ങളും വേണമെങ്കിൽ ഇനിയും വിശദീകരിച്ച് പറയാവുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് സമയം അനുവദിക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എല്ലാ പുസ്തകവും പാടെ വായിച്ചെങ്ങാണ്ട് കൺഫ്യൂഷൻ ആകരുതേ. നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു CD പൗസ് ചെയ്താൽ പിന്നെ ഒരു CD കാണുക ആണെങ്കിൽ പിന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാത്തേ ഉള്ളൂ. പിന്നെ ദിക്റുകളുണ്ട്, നല്ല ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അങ്ങനത്തെ ദിക്റുകളൊക്കെ ഒന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ അറഫയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ദിക്റുകളൊക്കെ നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഇതൊക്കെ സാധാരണ ദിക്റുകളാണ്. ഇതൊക്കെ കുറച്ച് നമ്മൾ അധികം പഠിച്ചു വെച്ചാൽ നമുക്ക് അവിടെ നിന്നൊക്കെ ചെല്ലാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അത്രയേ പറയാനുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിനെ മറുപടി ഒന്ന് പറയും. വളരെ ലളിതമായി ഈ കാര്യം നിർവഹിച്ച് പോരുവാനും പൂർണ്ണ പ്രയോജനമുള്ള ഹജ്ജായി തീരുവാനും
പരമകാരുണ്യകനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് ഹജ്ജ് ചെയ്യാൻ ഈ വർഷം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ആ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ പരമകാരുണ്യകനായ നാഥ നീ അവരേവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പിന്നെ വേറെ ഒന്ന് രണ്ട് അറിയിപ്പുകളില്ല. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ KNMന്റെ പിന്നെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വെച്ചൊരു ഹജ്ജ് ക്ലാസ് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. പിന്നെ ഈ കേരള നദൂത്തുൽ മുജാഹിദിന്റെ ഹജ്ജ് ഗ്രൂപ്പ് പോകാറ്. ഹജ്ജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് എന്താണ് അത് റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം എന്ന് മാത്രം, ഒരിക്കലും ഒരു ബിസിനസ്സോ പരിപാടിയോ അല്ല. അത് കൊണ്ടുപോകുന്ന ആളുകൾക്കോ അതിൽ അമീർമാരായിട്ട് പോകുന്ന ആളുകൾക്കോ ഒന്നും പ്രത്യേകിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ആളെത്ര കൂടിയാലും ആളെത്ര കുറഞ്ഞാലും അതിന് പ്രത്യേക വരുമാനമോ കാര്യങ്ങളോ ശമ്പളങ്ങളോ ഒന്നുമില്ല. അത് തികച്ചും വളണ്ടറി ആയി നിർവഹിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ അടിസ്ഥാന ഉദ്ദേശം എന്താ വെച്ചാൽ ഹജ്ജിന് പല ആളുകളെയും പല ഗ്രൂപ്പുകളും കൊണ്ടുപോവുകയും മനാസിക്കുകൾ പാലിക്കാത്ത രൂപത്തിൽ ഹജ്ജുകൾ നിർവഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ അത് സുന്നത്ത് പ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊരു സംരംഭം എന്ന് മാത്രം. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ വന്ന് കണ്ട് തീ ചേരുന്നൊന്നും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്ന ചില ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഹജ്ജിന് പോകണം എന്നൊരാഗ്രഹം ഇപ്പോൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലേ പോകാൻ പറ്റുള്ളൂ. കാരണം വേറെയുള്ള അപേക്ഷകളൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ നവംബർ 25 മുമ്പ് പാസ്പോർട്ടുമായി നിങ്ങൾ എന്താണ് കേരള നദൂത്തുൽ മുജാഹിദിന്റെ ഓഫീസിൽ എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഹജ്ജിൽ പോകാൻ അവസരം ലഭിച്ചേക്കുന്നതാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ടൊരു ന്യൂസാണ്. 25 വരെ കൂടെ എന്ത് ചെയ്യും അനുവദിക്കുന്നതാണ്. ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ്. പിന്നെ ഹജ്ജ് ക്ലാസ്സുകൾ പരിസരങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നാളെ കരിങ്കനാട് സലഫിയ അറബിക് കോളേജിൽ വെച്ച് ഹജ്ജ് ക്ലാസ് നടക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ വളരെ വിശാലമായ രൂപത്തിലുള്ള ക്ലാസ്സാണ്. അതിൽ പങ്കെടുക്കാം. പിന്നെ നാളെ കൊണ്ടോട്ടിയിലുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് താല്പര്യമുള്ള ക്ലാസ്സുകൾ നമുക്ക് പോയി കേൾക്കാം, കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിക്കാം. സംശയങ്ങളൊക്കെ ചോദിച്ച് ദൂരീകരിച്ച് ഒരു പൂർണ്ണ രൂപത്തിൽ ഹജ്ജിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇതിനു വേണ്ടി യൗമു തർവിയത്ത് ദുൽഹജ്ജ് 8 അന്ന് ഇഹ്റാം ചെയ്യേണ്ടത് നമ്മൾ പുറപ്പെടുന്ന ആ സ്ഥലത്തിന് അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതേപോലെ തന്നെ പിന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന് അങ്ങനെ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ആ ദിവസം രാവിലെ സുബഹിസ്കരിച്ചതിന് ശേഷം നമുക്ക് ചെയ്തു പോകാം. പിന്നെ സ്വന്തക്കാർക്ക് ആദ്യം ഹജ്ജ് ചെയ്ത ആള് വേറെ ആൾക്കാർക്കും ഹജ്ജ് ചെയ്യണം. ഉമ്മാക്കാണെങ്കിൽ ആദ്യം നെയ്യത്തിന്റെ സമയത്ത് ഉമ്മാന്റെ പേര് പറയണോ പറയണ്ടേ? എങ്ങനെ ലബ്ബൈക്കാന്ന് പറയുമ്പോഴോ നമ്മള് വേറെ ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടി ലബ്ബൈക്ക ശിബ്രിമാന്നാ പറഞ്ഞു എന്ന പോലെ എന്ത് ചെയ്യണം? ലബ്ബൈക്ക എന്ന് പറഞ്ഞിട്ട് ആളെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാം ചെയ്യേണ്ടതും തെൽബിയത്ത് ആരംഭിക്കണം. പിന്നെ സ്വന്തം ഹജ്ജ് ചെയ്തതിന് ശേഷം വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ വേറൊരാൾക്ക് ഹജ്ജ് ചെയ്യണം. നമ്മുടെ സ്വന്തം ഹജ്ജ് നിർവഹിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഹജ്ജ് കഴിയുന്നവരെയുള്ള പ്രാർത്ഥന ആ ആൾക്ക് തന്നെ പ്രാർത്ഥിക്കാവോ അതോ മറ്റോ? നമ്മൾ പിന്നെ ഹജ്ജിൽ പോയി ഹജ്ജിലേക്ക് വ്യാപൃതനായി കഴിഞ്ഞാൽ പിന്നെന്താണ് ആ ഹജ്ജിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഇഹ്റാമിന്റെ സമയത്ത് മാത്രമേ നമ്മളിത് പറയേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ ഹജ്ജിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും കടമകളുടെയും പ്രതിഫലം ആർക്കാണ്? അയാൾക്കാണുള്ളത്. ഇപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എന്തില്ല? വിരോധമില്ല. അതിന്റെ കാര്യങ്ങൾ മുഴുവനും ഹജ്ജ് എന്നുള്ളതൊക്കെ അതിന്റെ പൂർണ്ണ സ്വീകാര്യതയും ഫലവും ആർക്കാണ് കിട്ടുക? അയാൾക്കാണ് കിട്ടുക. ഉംറ ഈ പോകുന്ന ആൾക്ക് സ്വന്തമായിട്ട് കരുതിക്കൂടെ? ഉംറ അത് പോകുന്ന ആൾക്ക് കരുതിക്കൂടെ? അതും ആ ആൾക്ക് തന്നെ വേണോ? അതിപ്പോ എന്താ നിർബന്ധമുള്ളൂ. നമ്മളെന്താ വേറൊരാളെ ചെലവിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി അതിൽ കിട്ടാവുന്ന പുണ്യം അയാൾക്കാണല്ലോ ചെയ്തു കൊടുക്കേണ്ടത്. ആണല്ലോ അതിന്റെ ശരിക്കുള്ള നീതികരമായ ഈ പോകുന്ന ആളായിരിക്കാം എടുക്കുന്നത്. അതല്ല ഉമ്മാന്റെ ഇതാണെങ്കിൽ ഞാൻ എടുക്കണത്. അപ്പൊ ഞാൻ പോകുമ്പോ ഉമ്മാക്ക് നെയ്യത്ത് അതൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ്. ഏതായാലും ഹജ്ജിന്റെ കൂടെ ഒരു ഉംറ നിർവഹിക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ കൂടെ ഹജ്ജ് ഉംറയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞ നിലക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ഉംറ ആ ഉംറ എന്തായിരുന്നാലും ഈ വ്യക്തിക്ക് നിർവഹിക്കുന്നതായിരിക്കും ഉചിതമായി. ഹജ്ജിന്റെ വാജിബാത്തിൽ പെട്ട എങ്ങനെ ശരിക്ക് ചോദിച്ചോളി. അറവ് ഹജ്ജിന്റെ വാജിബാത്തിൽ പെട്ടതല്ലേ? പെട്ടതാണോ? അതാണ് ചോദ്യം. ഒരു മിനിറ്റ്, ഞാൻ ആ വാജിബാത്ത് ഒന്നും പറയാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും ചോദിക്കേണ്ടത് അല്ലേ? അത് പറയാൻ വിട്ടുപോയി. ഹജ്ജിന്റെ റുക്കിനുകളായി റുക്കിന് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഹജ്ജില്ല കേട്ടോ. അതാ റുക്കിനാണ്. റുക്കിനാണ് ശരിക്കും തൂണെന്ന് അർത്ഥം.
ഇസ്ലാം കാര്യങ്ങൾ 5 റുക്കനാണ്. ആ 5 ഇസ്ലാം കാര്യം ഇല്ലാത്തവന്റെ ഇസ്ലാം പൂർത്തിയാവില്ല. എന്നവരെ ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ റുക്കനുകൾ 4 അത് ഒന്ന് ഇഹ്റാം. ഇഹ്റാം ചെയ്യാത്തവന് ഹജ്ജില്ല കേട്ടോ. പിന്നെ വേറൊന്നെന്താ വെച്ചാൽ വുഖൂഫ് ബി അറഫ, അറഫയിൽ നിൽക്കുക. അതേപോലെ തന്നെ എന്താ വെച്ചാൽ തവാഫുൽ ഇഫാദത്ത്, നേരത്തെ പറഞ്ഞ നമ്മള് തവാഫുൽ ഇഫാദത്ത് ദുൽഹജ്ജ് 10 ചെയ്യാൻ. അതേമാതിരി സഅയ്, ഇത് 4 ഉണ്ടെങ്കിലേ എന്തുള്ളൂ, ഹജ്ജുള്ളൂ. ഇതിന് ഒരു പരിഹാരമല്ല, ഇത് ചെയ്യാന്നല്ലാതെ വേറൊരു പരിഹാരവും ഇതിനില്ല. അതാണ് അർക്കാൻ. വാജിബാത്തിൽ പെടുന്ന കാര്യങ്ങൾ 7 എന്ത് ചെയ്യണം. ഈ എണ്ണി പറയുന്നതൊക്കെ എന്താ വെച്ചാൽ ഹദീസിനെ കൂടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ അൽ ഇഹ്റാം മിനൽ മീഖാത്ത്, മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യണം. ഒന്നാമത്തെ അതാണ്. ഇഹ്റാം ചെയ്യേണ്ടതാണ് മീഖാത്തിൽ നിന്നായിരിക്കണം, നമുക്ക് നിശ്ചയിക്കേണ്ട സ്ഥലത്ത് നിന്നായിരിക്കണം. പിന്നെ അൽ വുഖൂഫ് ബി അറഫ ഇല ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ നിൽക്കുന്ന നേരത്തിൽ വന്നു കേട്ടോ. ഇത് സൂര്യാസ്തമയം വരെ അറഫയിൽ നിൽക്കുക എന്നത് വാജിബാത്തിൽ 2. അതേപോലെ തന്നെ അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക, അതാണ് 3 കാര്യം വാജിബാത്തിൽ. 4 അൽ മബീതു ബിമിന ലയാലി അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ രാത്രികളിൽ മിനയിൽ താമസിക്കൽ അല്ലേ. നമ്മൾ 11, 12, 13 ദിവസങ്ങളൊക്കെ അല്ലേ, ആ ദിവസങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മിനയിലാണ് താമസിക്കേണ്ടത്. 4. പിന്നെ റംയുൽ ജിമാർ, നമ്മൾ ജംറകളിലുള്ള ഏറ്. അതേപോലെ തന്നെ അൽ ഹൽഖു ബി തഖ്സീർ, നമ്മൾ മുടി കളയാന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ തവാഫുൽ വദാ, നമ്മൾ പോരുന്ന സമയത്ത് അത് പറഞ്ഞില്ല അല്ലേ, ആ ഹജ്ജിന്റെ ഭാഗം തന്നെയാണ്. നമ്മളിത് കഴിഞ്ഞു പോകുന്ന സമയത്ത് യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളുമായി കഴിഞ്ഞാൽ ഒരു തവാഫ് നിർവഹിച്ചിട്ടാണ്, വിടവാങ്ങൽ തവാഫ് അത് നിർവഹിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരിച്ചു പോരേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് ചെയ്യണം, നമ്മൾ മക്കം വിട്ട് പോന്നുകൊള്ളണമെന്നാണ്. അതും ഈ ഹജ്ജിന്റെ അവസാനത്തെ ഒരു വാജിബാത്തിൽ പരിഗണിക്കപ്പെടുന്ന. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ 7 കാര്യങ്ങളാണ്. പിന്നെ അറിവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ തമത്വ ആയി ഹജ്ജ് ചെയ്യുന്ന ആളാണ് എന്ത് ചെയ്യേണ്ടത്, തമത്വ ആയി ഹജ്ജ് ചെയ്യുന്ന ആളാണ് എന്ത് ചെയ്യേണ്ടത്, അറുക്കണത്. തമത്വ ആയതിന്റെ ഭാഗമായി ചെയ്യണം. പിന്നെ അറിവ് പല രൂപത്തിലുണ്ട്, ഫിദിയായിട്ടുള്ള ഉണ്ട്. ഇതിലൊരു ഇത് നഷ്ടപ്പെട്ടു പോയാൽ, വാജിബാത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് പ്രായശ്ചിത്തമായി അറുക്കുകയോ നോമ്പ് നോൽക്കുകയോ എന്ത് ചെയ്യണം. അപ്പൊ അത് അതിലേ പോയിട്ടുള്ളൂ. അത് ആ ഏത് രൂപത്തിലാണോ കർമ്മം ചെയ്യുന്നത് ആ കർമ്മത്തിനനുസരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യണത്, അറിവ് വരുന്നത്. ഹജ്ജ് എന്നുള്ളതിന്റെ രൂപത്തിൽ എന്താണ്, അതിന്റെ വാജിബാത്തിലല്ല അത് വരുന്നത്. അത് ചില ആളുകൾക്ക് അറിവുണ്ടാവും, ചില ആളുകൾക്ക് ഉണ്ടാവില്ല. അത് നേരത്തെ പറഞ്ഞ ഹജ്ജിന്റെ 3 രൂപങ്ങളുണ്ട്. ആ 3 രൂപം ഇവിടെ പറയാതിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബന്ധപ്പെടുന്ന ഒരു രൂപമാകുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. ചിലപ്പോൾ പലപ്പോഴും മറ്റു രൂപത്തിലുള്ള ആളുകൾക്ക് ചിലതൊക്കെ മുൻകൂടി ചെയ്യാൻ പറ്റും. അവർക്ക് സഅയും തവാഫൊക്കെ ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞത് മതി പോകും. പക്ഷെ അത് മതി എന്ന് വിചാരിച്ചാൽ തമത്വമായിട്ട് ഹജ്ജ് ചെയ്ത ആളുകൾ ചെയ്യണം. അതൊക്കെ പാടെ പറഞ്ഞാൽ തരങ്ങൾ നമുക്ക് ചെയ്യേണ്ടതല്ലാത്ത കാര്യമൊക്കെ പാടെ പറഞ്ഞാൽ പിന്നെ അതെന്താവും, ഒരു ആശയക്കുഴപ്പമാവെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കി. അറിവ് ഇല്ലാതെ ശരിയാവോ ഹജ്ജ്? അതിപ്പോ നമ്മുടെ ഹജ്ജ് അതിന്റെ രീതി പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഉംറ എടുത്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഇടയിലൊരു വിശ്രമത്തിന് സമയം കിട്ടുന്നതുകൊണ്ടാണ് ആ ഹജ്ജിന് തമത്തു എന്ന് പറയുന്നത്. അങ്ങനത്തെ ഹജ്ജിന് അറിവ് വേണം. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ വാജിബാത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും അറിവ് വേണം. പിന്നെ മറ്റൊരു ഹജ്ജ് ഇവിടെ പറയാതെ പോയത്, വെറും ഹജ്ജ് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിന് അറിവ് വേണ്ട. അത് പലപ്പോഴും നമ്മുടെ ഹജ്ജിൽ അത് വരാറില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. അതിന് ഇഫ്റാദ് എന്നാണ് പറയാം. തവാഫുൽ വിദാഴ് വാജിബാത്തിൽപ്പെട്ടാന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് സ്ത്രീകൾക്ക് ശുദ്ധിയില്ല, പക്ഷെ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഗ്രൂപ്പുകാരോ പോരുകയാണ്, എന്ത് ചെയ്യണം? അത് അവരുടെ ഇതിൽപ്പെട്ടതല്ലല്ലോ. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ എന്ന് പറഞ്ഞ അനുസരിച്ച് അത് ഒഴിവാക്കി പോരലേ നിർവാഹമുള്ളൂ. അല്ല, ഏറൊക്കെ മറ്റുള്ളവർ എറിയുന്നവര് ഈ കൂടെ ഏറുകൂടെ പറയേണ്ടതാണ്. ഏറും പരമാവധി മറ്റുള്ളവർ എറിയരുത്. അത് റസൂലിന്റെ ചര്യ അനുസരിച്ച് പരമാവധി മറ്റുള്ളവരെ കൊണ്ട് എറിയിക്കരുത്. അത് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കർശനമായി ആ ഹാജി തന്നെ എറിയണം എന്ന് ശക്തമായി വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അത് നമ്മൾ പലപ്പോഴും അതൊക്കെ വിശദമായിട്ട് പറയേണ്ടതാ. നമ്മുടെ ഹജ്ജിന് വരുമ്പോൾ നമുക്കൊക്കെ പലപ്പോഴും അനുഭവം ഉള്ളത്, കുട്ടികള് കാര്യമായി ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത അമ്മയാണെങ്കിൽ തന്നെ മങ്ങൾ ഇവിടെ ഇരുന്നോളി, ഞങ്ങൾ എറിഞ്ഞു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാനെ സ്നേഹിക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കി ഒരു വിധം കഴിയെങ്കിൽ എറിയണം. പിന്നെ ഏറ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉച്ചക്ക് ശേഷമാണ് എറിയേണ്ടതെങ്കിലും
രാത്രിയും കൂടി എറിയാം. രാത്രി പലപ്പോഴും തിരക്കില്ലാത്ത സമയമായിരിക്കും. വളരെ സാവകാശം പോയി അവിടെ എറിഞ്ഞ് സ്വന്തം തന്നെ ഏത് രോഗിക്കും എറിഞ്ഞു വരാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാലും മറ്റൊരാളെ കൊണ്ട് എറിയാതെ സ്വന്തമായി തന്നെ ആ കർമ്മം നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ നോമ്പ് അവിടുന്ന് 3 എടുക്കുക, ബാക്കി അവിടുന്ന് എടുക്കുക, അങ്ങനെ ഒന്നുമില്ലല്ലോ. ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോ അതെ, സ്ത്രീ അത് അവർക്കത് ഒഴിവാക്കാം. തവാഫുൽ ഇഫാദത്ത് ഉണ്ടല്ലോ, തവാഫുൽ ഇഫാദത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. റൂക്കിന് ഇതിപ്പോ ഈ തവാഫുൽ വദാഅ് ആ സമയത്ത് പോരുന്ന സമയത്തില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് കൊണ്ട് അവിടെ ഹജ്ജിനെ ബാധിക്കൂല എന്ന് തന്നെയാണ് പണ്ഡിതന്മാരും മുഫ്തികളായ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഇഫാദത്തിന്റെ തവാഫ് എന്തായാലും എന്ത് ചെയ്യണം, ചെയ്യണം എന്നാണ്. പിന്നെ യാതൊരു ഇപ്പൊ അവസാനം ഇബ്നു ബാസ് ഒക്കെ പറഞ്ഞ യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തവാഫുൽ ഇഫാദത്ത് എന്ത് ചെയ്യണം, അവര് നിർബന്ധിത അവസ്ഥയാണെങ്കിൽ ഹൈലോട് കൂടെ അല്ലെങ്കിൽ ആർത്തവത്തോടു കൂടെ നിർവഹിച്ചാലും ഒഴിവാക്കാൻ പാടില്ലാത്തത് ഏതാണ്? ഇത് പള്ളിയിലൂടെ ആകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, പള്ളിയാണ്, മസ്ജിദുൽ ഹറമിൽപ്പെട്ടതാണ് എന്ത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ആർത്തവകാരികൾക്ക് ഇപ്പോ ഉംറയാണെങ്കിലും ഈ തവാഫ് അല്ലാത്തതൊക്കെ നിർവഹിക്കാൻ പറ്റും. തവാഫ് സഴയൊന്നും പള്ളിയിലല്ല, സഴയൊക്കെ പുറത്താണ്, അവിടെ നിർവഹിക്കുക. ഇത് പള്ളിയിലാണ്. പള്ളിയിലാകണോണ്ട് എന്ത് ചെയ്യണം, അത് പിന്നെ നമസ്കാരത്തെ പോലെ തന്നെയാണ്. നമസ്കാരം ഏതുപോലെയാണോ അതുപോലെ തവാഫിനെ പരിഗണിക്കണം. സംസാരിക്കാൻ അനുവദിച്ച നമസ്കാരമാകുന്നു തവാഫ് എന്ന് പറയുന്നു. സംസാരിക്കാൻ പറ്റും, പക്ഷെ എങ്കിൽ പോലും എന്ത് ചെയ്യണം, ഒരു നമസ്കാരത്തിന്റെ ഭവ്യതയോടുകൂടിയാണ് അത് നിർവഹിക്കുന്നത്. ശരി, അതുകൊണ്ടാണ് ആർത്തവകാരികൾക്ക് അത് പാടില്ല എന്ന് പറയുന്നത്. ഹജ്ജിന്റെയും ഉംറക്കും ഉള്ള തവാഫിന് മാത്രമല്ല ശേഷം 2 റക്അത്ത് സുന്നത്തുള്ളൂ. മറ്റുള്ള തവാഫൊക്കെ ചെയ്യുള്ളൂ നമ്മൾ ഇഷ്ടം പോലെ. അപ്പോഴൊക്കെ തവാഫിന് ശേഷം 7 കഴിഞ്ഞാൽ സുന്നത്തുണ്ടോ? 2 റക്അത്ത് തവാഫിന്റെ കൂടെയുള്ള സുന്നത്ത് ഈ പിന്നെ സാധാരണഗതിയിൽ ഈ പിന്നെ ഹജ്ജിന്റെതും അതേപോലെ തന്നെ ഉംറന്റെതും നിർവഹിക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാം. മറ്റു തവാഫിന്റെ കൂടെയും നിർവഹിക്കാം എന്നുള്ളതാണ് നമുക്ക് സുന്നത്തുകൾ മനസ്സിലാക്കാം. നിർവഹിക്കാം ഏത് തവാഫാണെങ്കിലും അതിന്റെ പൂർത്തീകരണം 2 റക്അത്ത് നമസ്കാരം കൊണ്ടാണ് എന്നാണ് നമ്മൾ സാധാരണ മനാസികളെ കുറിച്ച് പറയുന്ന കൂടുതൽ പറയാറുള്ളത്. ഒന്നിൽ കൂടുതൽ ഉംറ തന്നെ വെച്ചെന്നിങ്ങനെ ഉംറക്ക് ഇങ്ങനെ ഇടക്ക് വരലുണ്ട്. ആവർത്തിച്ച് ഉംറ ചെയ്യല്ലേ, ആവർത്തിച്ച് ഉംറ ചെയ്യല് നമ്മൾ ഒരിക്കലും എന്തല്ല, അതിന് നമുക്ക് തെളിവ് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇവിടുന്ന് പോയാൽ നേരെ പിന്നെ മസ്ജിദ് ആയിഷ തൻഈമിൽ പോയി. തൻഈം എന്ന് പറഞ്ഞ ഒരു അവിടെ വെച്ച് ചെയ്യുന്നത് ആരാച്ചല് ആർത്തവത്തിന്റെയും മറ്റു കാരണങ്ങളെ കൊണ്ട് വന്നാണ്. ഇഹ്റാമിന്റെ തടസ്സം വന്ന സമയത്താണ് എന്ത് ചെയ്തത്, പോയിട്ട് ചെയ്തു വരാൻ വേണ്ടി പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കാളും ഈ കാര്യത്തിൽ ഭക്തിയും അതേപോലെ തന്നെ താല്പര്യവുമുള്ള ആളുകളായിരുന്നു സഹാബത്ത്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഈ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ തൻഈമിലേക്ക് പറഞ്ഞയച്ചപ്പോ കൂടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അവരുടെ സഹോദരൻ ഉണ്ടായിരുന്നു. എന്നാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്തപ്പോൾ ആരും ഇഹ്റാം ചെയ്തില്ല. അവർക്ക് കൂടെ സഹായിക്കാൻ വേണ്ടി പോയ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തില്ല. അപ്പൊ ഉംറ പുണ്യകരമാണ്, അത് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആര് ചെയ്യുമായിരുന്നു? ആയിഷ ബീബിന്റെ കൂടെ ആ തൻഈം വരെ പോയിട്ടും ചെയ്തില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അവിടെ താമസിച്ചിട്ടും അവരാരും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തതായി റിപ്പോർട്ടുകൾ കാണാത്തത് കൊണ്ട് അത് ഒരിക്കലും എന്താണ് അനുവദിക്കപ്പെടാൻ പറ്റാത്തതാണെന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകളൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സൗദിയിലുള്ള മുഫ്തികളും ആളുകളൊക്കെ പക്ഷെ എന്താ നിങ്ങള് സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ തവാഫ്. തവാഫ് നമുക്ക് എപ്പോഴും ചെയ്യാം, ആകെ നമുക്ക് അവിടെ ചെയ്യാം. നമുക്ക് അതിനൊന്നുമില്ലല്ലോ. നമ്മൾ ഒളിവെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തവാഫ് പോരുന്ന വരെ രാത്രി പകലും ഏത് സമയത്തും ചെയ്യാൻ പറ്റും. തവാഫ് വർദ്ധിപ്പിക്കാം, അത്രേ വേണം. സമയം വൈകുന്ന ആളുകൾക്ക് പോവട്ടോ. മദീനത്ത് പോകുമ്പോ റസൂലുള്ളാഹിന്റെ സലാം പറയണം എന്ന് പറഞ്ഞേക്കണ്ട്. എന്താ എന്റേത് അങ്ങനൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായി. കാരണം നമ്മൾ അവിടെ പോയി സലാം പറയാന്നല്ലാതെ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്, എന്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് എൻ്റെ ഒരു സലാം പറയണം എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. മറ്റേ നമുക്ക് എന്തല്ല അങ്ങനെ ഒരു അതൊക്കെ പിന്നെ ആളുകളാണ്ട് പറഞ്ഞുണ്ടാക്കേണ്ട ഒരു പരിപാടി മാത്രമാണ്. അതാ എന്നാ പിന്നെ ഇനി ഉണ്ടാവില്ല നമുക്ക് സംശയങ്ങൾ അല്ലേ? ഉണ്ടോ?
ഒന്നുമില്ലല്ലോ? എല്ലാവർക്കും ചോദിക്കാം. പോണവർക്ക് പോയിക്കോടെ. ആരെങ്കിലും അറിയേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സാലിഹായ അമലായി സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. ഇതിന് പിന്നിലുള്ള നമ്മുടെ സദുദ്ദേശങ്ങൾ അവൻ വിജയിപ്പിച്ച് തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.